ഒരു പുതിയ കാര്യത്തിനായുള്ള ഒന്നാം വിളിയും അതിനോട് ചേർന്ന ദർശനങ്ങളും. അബ്രഹാമിനെയാണ് പഴയ നിയമത്തിൽ നിന്ന് നമ്മൾ എടുത്തത്. പുതിയ നിയമത്തിൽ നിന്ന് നമ്മൾ പൗലോസ് അപ്പോസ്തലനെ എടുത്തു. ഒരുപാട് പേരുടെ ചരിത്രം എടുത്തു. ആ കൂട്ടത്തിൽ പുതിയ വിളിയിൽ, പുതിയ ഉദ്ദേശങ്ങളിൽ, പുതിയ സ്റ്റാർട്ടിങ്ങിൽ, ബിഗിനിങ്ങിൽ ദൈവത്തിൻ്റെ പ്രത്യേകത അവരുടെ മേലുണ്ടായി. ചേർന്ന് നിൽക്കുന്ന, സഹകരിക്കുന്നൊരു വിഭാഗമുണ്ട്. ദൈവം അവരെയും കൂടെ ചേർത്താണ് അവരെ അഭിഷേകം ചെയ്യുന്നത്. അവർ ഒന്നിച്ചാണ് വേല ചെയ്യേണ്ടത്. യുദ്ധം ജയിക്കുവാൻ ദൈവത്തിന് ഗിദെയോനെ വേണം, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സൈന്യത്തെ വേണം. ചെങ്കടൽ പിളർക്കുവാൻ ദൈവത്തിന് മോശയെ വേണം, തന്നോട് ചേർന്ന് നിൽക്കുന്ന അന്നത്തെ സാഹചര്യത്തിൽ ഒരു അഹരോനെ വേണം. പിന്നത്തേതിൽ ഒരു 70 നേതാക്കളെ വേണം. അവർ ഒരുമിച്ച് മുന്നോട്ട് പോയി. രണ്ടാമത്തെ കോള് നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ വിഷൻസ് നമ്മൾ കണ്ടത് ഫോളോ അപ്പ് കോളാണ്. അവർ ഈ ഇറങ്ങിത്തിരിച്ചവരൊക്കെ തന്നെ പോകുന്നവർ അവർ ടാർഗറ്റിൽ എത്തിയിട്ടില്ല. ദേ ആർ ഓൺ ദ പ്രോസസ്. ഇന്ന് പകല ഓൺ ദ പ്രോസസ് എന്നുള്ള പദം ഒന്നുകൂടെ ഗൗരവമായി സ്ട്രെസ് ചെയ്യണം എന്ന് ദൈവാത്മാവനോട് പറഞ്ഞു. ദൈവം ഒരു കാര്യത്തിലേക്ക് വിളിച്ചാൽ അതിൻ്റെ പൂർത്തീകരണത്തിൽ എത്തുന്നത് വരെ യാത്ര ചെയ്യുന്നവർക്കായി സ്തോത്രം. യാത്രാമധ്യേ നാം പ്രതീക്ഷിച്ച പലതുമല്ല, മറ്റൊക്കെ പലതും കണ്ടുകൊണ്ടിരിക്കും. ഈ റോഡേ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ, ബെല്ലാരി റോഡേ കൂടെ യാത്ര ചെയ്യുന്ന ഒരാൾ നമ്മുടെ ബ്രിഡ്ജിൻ്റെ അവിടെ എത്തുമ്പോൾ ഹൈദരാബാദ് എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഹൈദരാബാദ്. പക്ഷെ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി കാണാൻ പോകുന്ന ഹൈദരാബാദ് അല്ല, പലതും വഴിയിൽ കാണും. ഇത് കണ്ട് അവസാനം മാത്രമേ ഹൈദരാബാദിൽ എത്തത്തുള്ളൂ. നിങ്ങളുടെ ടാർഗറ്റിൽ എത്തുന്നത് വരെ യു ആർ ഓൺ ദ പ്രോസസ്. ഇന്ന് ബഥേൽ പ്രോസസ്സിലാകയാൽ കർത്താവിനെ വാഴ്ത്തുന്നു. ഞാനും നിങ്ങളും പ്രോസസ്സിലാണ്. ഈ പ്രോസസ്സിൽ അവിടെയും ഇവിടെയുമൊക്കെ ഒരുപാട് വഴിത്തിരിവുകൾ കാണും. അവിടെ എല്ലാം ബോർഡ് കാണും. ഹൈദരാബാദിനാണ് നിങ്ങൾ ഇറങ്ങിത്തിരിച്ചത്, ഇതുവഴി പോയാൽ ഹൈദരാബാദിൽ ചെല്ലും. വേറെ പലതിൻ്റെയും ബോർഡ് വഴിയിൽ കാണും. അതിലെ പോകരുത്. കാര്യം നമ്മുടെ ടാർഗറ്റ് വേറെയാണ്. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി ആ ടാർഗറ്റിലേക്ക് ഓടുക. വഴി തെറ്റിച്ച് കളയുന്ന സാഹചര്യങ്ങൾ പലതും കണ്ടേക്കാം. ചിലയിടത്തൊക്കെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഹൈദരാബാദിലേക്ക് പോകാൻ ഇറങ്ങിയതാണ്, ഇത്ര കിലോമീറ്റർ കണ്ടുകൊണ്ടാണ് ഇറങ്ങിയത്, ഇത്ര കഴിഞ്ഞു, ഇനി ഇത്രയും കൂടെ ബാക്കിയുള്ളൂ. അവിടെയും ഇവിടെയും ഒക്കെ ഇതുപോലെ ഡിസ്റ്റൻസ് ടാർഗറ്റുകൾ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കും. എന്തിനു വേണ്ടി? ബിക്കോസ് യു ആർ ഓൺ ദ പ്രോസസ്. നമ്മളെ പ്രോസസ്സിലാകയാൽ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ഈ ഒരു വാചകം ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ടാണ് ഓൺ ദ പ്രോസസ് എന്ന പദം ഞാൻ പറഞ്ഞത്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് തൻ്റെ പാപികളെ രക്ഷിക്കേണ്ടതിനാണ്. എങ്ങനെയാണത് നടക്കേണ്ടത്? തൻ്റെ രക്തം ചിന്തിയാണ് നടക്കേണ്ടത്. പക്ഷേ തൻ്റെ ഗെത്സമനയുടെ മണ്ണിൽ ചെന്നപ്പോൾ യേശുവായി പ്രാർത്ഥിച്ചു, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറണമേ. പിതാവാം ദൈവത്തിന് പറയാനുള്ളത്, മോനെ തൽക്കാലം ഞാൻ മറുപടി പറയത്തില്ലടാ. യു ആർ ഓൺ ദ പ്രോസസ്. നീ ആ പ്രോസസ്സിലാണ്. സ്റ്റക്ക് ടു ദ ക്രൂസ്. നീ ആ ക്രൂശിന്മേൽ തറയ്ക്കപ്പെടുന്നത് വരെ യു ആർ ഓൺ ദ പ്രോസസ്. ആ പ്രോസസ്സിൽ നിൽക്കുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവർക്കെല്ലാം അവരെ അന്നന്ന് കറക്റ്റ് ചെയ്യുന്നതായ ഫോളോ അപ്പ് കോൾസ് കാണുമായിരിക്കും. ഫോളോ അപ്പ് കോൾ ഉണ്ടായിരിക്കും. അത് അബ്രഹാമിനുണ്ടായിരുന്നു, പൗലോസിനുണ്ടായിരുന്നു, എല്ലാവർക്കും ഉണ്ട്. പൗലോസ് ഒരിക്കൽ കിടക്കുമ്പോൾ ഒരു ദർശനം കണ്ടു. മക്കതോന്യക്കാരനായ ഒരാൾ വന്ന് വിളിക്കുന്നു. വ്യത്യസ്ത ദർശനങ്ങൾ, വ്യത്യസ്ത കാര്യങ്ങൾ തന്ന് കർത്താവ് നമ്മളെ നടത്തിക്കൊണ്ടിരിക്കും. മൂന്നാമത്തെ കോള് കറക്റ്റീവ് കോളുകളായിരുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതിൻ്റെ ചുരുക്കം ഓൺ ദ പ്രോസസ് എന്നുള്ളത് മാത്രം എക്സ്ട്രാ ചേർത്ത് ഞാൻ പറയുകയാണ്. ദൈവം ഒരു കറക്റ്റീവ് കോൾസ് കൊടുക്കും. നക്ഷത്രം കണ്ട വിദ്വാൻമാർ നക്ഷത്രത്തിൽ നിന്ന് നോട്ടം മാറി. നിശ്ചയമായും നക്ഷത്രം സൂര്യനെ പോലെ ബ്രൈറ്റ് അല്ലായിരുന്നു. ഇതര നക്ഷത്രങ്ങളെക്കാൾ വലിയ വ്യത്യാസം കാണത്തില്ല. അതുകൊണ്ടാണ് ഇൻ ബിറ്റ്വീൻ അത് മിസ്സായത്. അവർ മിസ്സായ സമയത്ത് അരുതാത്തടത്ത് നോക്കിപ്പോയി. ഉന്നതങ്ങളിൽ നിന്ന് വീഴുന്നവൻ വല്ലാതെ മുറിവേൽക്കും. അവർ വളരെ ഉയർന്നവരായിരുന്നു. ആകയാൽ അവർക്ക് പറ്റിയ ഒരു സിംഗിൾ മിസ്റ്റേക്ക് 100 1000 ശിശുക്കളുടെ മരണത്തിന് കാരണമായി ഹേരോദാവ് വാളെടുത്തു. ഒരുപാട് ശിശുക്കളെ അദ്ദേഹം കൊന്നു നശിപ്പിച്ചു. എൻ്റെയും നിങ്ങളുടെയും നോട്ടം തെറ്റിപ്പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അനാഥരായ അനേക ശിശുക്കൾ, അല്ലെങ്കിൽ മറ്റൊരു സഹായവും കിട്ടാത്ത അനേക ശിശുക്കളുടെ മരണത്തിന് ഹേതുവാകും. ആത്മമരണത്തിൽ അനേക ശിശുക്കളെ കൊന്ന ആത്മലോകത്തോട് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ, നമ്മുടെ ലക്ഷ്യം തെറ്റരുത്, നോട്ടം തെറ്റരുത്. യു ആർ ഓൺ ദ പ്രോസസ്. നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നാലാമത്തേതിനെ എക്സിക്യൂട്ടീവ് കോൾ എന്ന് നമ്മൾ വിളിച്ചു. ഓരോ പ്രത്യേക സാഹചര്യങ്ങളിൽ ഓരോന്ന് നിർവഹിക്കേണ്ടി വരുമ്പോൾ ദൈവം ഓരോ എക്സിക്യൂട്ടീവ് കോൾസ് ഓരോരുത്തർക്ക് കൊടുത്തുകൊണ്ടിരുന്നു.
ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 18:13 യഹോവയാൽ കഴിയാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ എന്ന് അബ്രഹാമിനോട് ചോദിക്കുന്നത് മുതൽ, അബ്രഹാമിനെ വിളിച്ചപ്പോൾ ഫോർ എ ഗ്രേറ്റ് പർപ്പസ് അദ്ദേഹത്തെ വിളിച്ചു. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽ തീരത്തെ മണൽത്തരികൾ പോലെയും നിന്റെ സന്തതിയെ വർദ്ധിപ്പിക്കുമെന്ന് വാക്ക് പറഞ്ഞു. നിനക്കത് വലിയൊരു ദേശം തരാൻ പോകുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ വിളിച്ചു. എന്നാൽ അവിശ്വാസം ജനിപ്പിക്കുമാറ് അനേക പോരാട്ടങ്ങൾ തനിക്കെതിരെ ഉണ്ടായി. തന്നോട് നേരിട്ട് എതിർക്കുന്നതിനേക്കാൾ ഈസിയായി സാധിക്കുന്നത് തൻ്റെ സഹകാരിയോട് എതിർക്കുന്നതാകയാൽ സാറയെ വന്ധ്യയാക്കി മാറ്റി. സാറയിൽ പല ചിന്താഗതികൾ കൊണ്ടുവന്നു. അങ്ങനെ ഒരുപാട് ചലഞ്ചസ് നേരിട്ടു. എങ്കിലും അബ്രഹാം മുന്നോട്ട് യാത്ര ചെയ്യുകയാണ്. വിശ്വാസത്തിൽ ഏറെക്കുറെ തളർന്നു എന്ന് കാണുമ്പോൾ ഒരു ദിവസം യഹോവയുടെ പ്രത്യക്ഷത ഉണ്ടായിച്ച് ഒരൊറ്റ ചോദ്യം, യഹോവയാൽ അസാധ്യമായി വല്ലതും ഉണ്ടോടാ? വരുന്ന ആണ്ടിൽ ഈ നേരമാകുമ്പോൾ സാറയ്ക്കൊരു മകൻ ജനിച്ചിരിക്കും. എക്സിക്യൂട്ടീവ് കോൾസ്. നീ ഇന്നത് ചെയ്യണം, നീ ഇന്നത് ചെയ്യണം, നീ ഇന്നത് ചെയ്യണം. നമ്മൾ 2 ഉദാഹരണങ്ങൾ പ്രധാനമായി ഉപയോഗിച്ചതിൽ ഒന്ന് അബ്രഹാമിൻ്റെ ആയിരുന്നു, വേറൊന്ന് സഖരിയ പുരോഹിതൻ്റെ ആയിരുന്നു. സഖരിയ പുരോഹിതനെക്കുറിച്ച് ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് നേരത്തെ റിവീൽ ചെയ്തു പോലുമില്ല. തനിക്കൊരു മകൻ ജനിക്കണം, യോഹന്നാൻ എന്നായിരിക്കണം പേര്, അവൻ യേശുവിൻ്റെ വഴി ഒരുക്കുന്നവനായിരിക്കണം. ഇതെല്ലാം ദൈവം തീരുമാനിച്ച ശേഷം ഈ കാര്യങ്ങൾ സഖരിയാവിനോട് പറഞ്ഞുപോലുമില്ല. ദൈവത്തിൻ്റെ മനസ്സിൽ മാത്രം വെച്ചു. അദ്ദേഹം വയോവൃദ്ധനായി. ഒരു ദിവസം ദൂതറിയിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്നു. സഖരിയാവ് അവിശ്വസിച്ചു. ദൂതൻ തിരിച്ചു ചോദിച്ചു, ഞാൻ ആരാന്ന് നിനക്കറിയാമോ? ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയേല. നീ എന്നെ സാധാരണക്കാരുടെ കൂടിയിട്ട് തട്ടരുത്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയേല. ഞാൻ തമാശ പറയുന്നവനല്ല, പ്രസംഗത്തിനിടയ്ക്ക് വെടി പറയുന്നവനല്ല, ഞാൻ ദേവാലയത്തിൽ തമാശ പറയാൻ വന്നവനല്ല. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഹെബ്രിയേലാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നടക്കും. എക്സിക്യൂട്ടീവ് കോൾസ് അവിടെയും ഇവിടെയും ഒക്കെ നടക്കും. ഇന്ന് ഒരു എക്സിക്യൂട്ടീവ് കോളിനെ കുറിച്ച് അല്പം കൂടെ വിശദീകരിച്ച് തുടങ്ങുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഇസ്രായേൽ ജനം ഓൺ ദ പ്രോസസ് അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. മിസ്രൈമിൽ വെച്ച് ദൈവം അവരെ വളർത്തി വർദ്ധിപ്പിച്ചു. അത് കഴിഞ്ഞ് മോശയുടെ നേതൃത്വത്തിൽ ആ ജനത്തെ വിടുവിച്ചു. ജനത്തെ വിടുവിക്കേണ്ടതിന് വേണ്ടി ഒരു മോശയെ ദൈവം സെപ്പറേറ്റ് തിരഞ്ഞെടുത്ത് വളർത്തി. ഈ ജനം വളർന്നു കഴിഞ്ഞു. അവർക്ക് മിസ്രൈം വിട്ടു പോകുവാനുള്ള അംഗസംഖ്യയായി ദൈവത്തിൻ്റെ കാലസംഖ്യയുമായി. ദൈവം പല കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്തേ വർക്ക് ചെയ്യത്തുള്ളൂ. ഒന്ന്, തൻ്റെ സമയത്തിൽ താൻ ഭയങ്കര പർട്ടിക്കുലറാ. ആ സമയത്തിന് ചെയ്തെങ്കിൽ മാത്രമേ കാര്യങ്ങളാകത്തുള്ളൂ. ആ സമയമായി. ആ സമയത്ത് ഇറങ്ങി പ്രവർത്തിക്കേണ്ടതിന് വേണ്ടി ദൈവം ഒരു മോശയെ ഒരുക്കി. മോശയുടെ പ്രോസസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. അവസാനം പർവ്വതമുകളിൽ അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു. ഇപ്പോൾ വരിക, ഞാൻ നിന്നെ അയക്കും. ഈ ടൈം പ്രത്യേകതയുള്ളതാണ്. അദ്ദേഹം അവിടെ ഇറങ്ങി മിസ്രൈമിൽ ചെന്നു. ജനത്തോട് സന്ദേശം പാസ് ചെയ്തു. തനിക്ക് കിട്ടിയ ദർശനം ജനത്തിൻ്റെ മുമ്പിൽ പകർന്നു. അബ്രഹാമിൻ്റെ ദൈവവും ഇസ്ഹാക്കിൻ്റെ ദൈവവും യാക്കോബിൻ്റെ ദൈവവുമായി നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം എനിക്ക് പർവ്വതത്തിൽ പ്രത്യക്ഷനായി എന്നും എന്നെ ഇന്ന കാര്യങ്ങൾ ഏൽപ്പിച്ചുവെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞു. തന്നെ ഏൽപ്പിച്ച കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനും തികവിനും വേണ്ടി ദൈവത്തിങ്കിൽ നിന്നാണത് വന്നതെന്ന് ജനം വിശ്വസിക്കേണ്ടതിന് തൻ ചില അടയാളങ്ങൾ ദൈവം നിർദ്ദേശിച്ചത് ഒക്കെ അവർക്ക് കൊടുത്തു. അവരെ മരുഭൂമിയിൽ കൊണ്ടുവന്നു. അവരെ ചെങ്കടലിലൂടെ കടത്തി മരുഭൂമിയിൽ കൊണ്ടുവന്നു. തേണ്ട കനാനിലോട്ട് കയറാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദത്ത ഭൂമി അതാ. ദേ ആർ സ്റ്റിൽ ഓൺ ദ പ്രോസസ്. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കനാനിലോട്ട് കയറാൻ തുടങ്ങുകയാണ്. ആ സമയമായപ്പോൾ മോശ തൻ്റെ കീഴിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങളിൽ ചിലർ പോയി നമ്മൾ പിടിച്ചെടുക്കാൻ പോകുന്ന ദേശമൊന്ന് നോക്കാൻ. ഇവിടെ മുതലാണ് ഇന്ന് വീണ്ടും തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ തൊട്ടു, കഴിഞ്ഞ ആഴ്ച തൊട്ടു, വിശദീകരിക്കാതെ വിട്ടു. ദേശം ഉറ്റുനോക്കേണ്ടതിന് അവരിൽ ഒരു 12 പ്രഭുക്കന്മാരെ അദ്ദേഹം നിയമിച്ചു. നമ്പേഴ്സ് 13 സംഖ്യാപുസ്തകത്തിൻ്റെ 13-ാം അധ്യായം 1-2 വാക്യമായപ്പോൾ യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്നതായ ആ കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്കുക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ വീതം അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അങ്ങനെ മോശ യഹോവയുടെ കൽപ്പനപ്രകാരം പാരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാരൊക്കെയും ഇസ്രായേൽ മക്കളിൽ തലവന്മാരായിരുന്നു. ദൈവം ചില തലവന്മാരെ തിരഞ്ഞെടുത്തു, ചില പ്രതിനിധികളെ തിരഞ്ഞെടുത്തു, പ്രഭുക്കന്മാരെ തിരഞ്ഞെടുത്ത് അവരെ അങ്ങോട്ട് വിട്ടു. ഞാൻ മുമ്പേ ഒന്ന് പറഞ്ഞായിരുന്നു, വലിയവൻ വീണാൽ വീഴ്ച വലിയതായിരിക്കും, ഉയരത്തിൽ നിന്ന് വീണാൽ മുറിവുകൾ വലുതായിരിക്കും. തൻ്റെ വലിയവരെ തന്നെ തിരഞ്ഞെടുക്കുക. അതിനകത്ത് ഒരു 2 പേരെ അങ്ങനെ വലിയവരല്ലാത്തവരെ കൂടെ തിരഞ്ഞെടുത്തു.
അതിലൊന്നൊരു യോശുവയാണ്. യോശുവയുടെ പഴയ പേര് യോശുവ എന്നല്ല, യഹോശുവ എന്നാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് മാറ്റി യോശുവ എന്ന് അദ്ദേഹത്തിന് പേരിട്ടു. കൂടെ ഒരു കാലേബുണ്ട്. ഇവർക്ക് രണ്ടുപേർക്ക് ഒരല്പം വ്യത്യസ്തമായ ചിന്താഗതിയുള്ളവരാണ്. അവരുടെ കാഴ്ചപ്പാടുകൾ ഇതര പ്രഭുക്കന്മാരുടെ കാഴ്ചപ്പാടുകളല്ല. ഇവരെല്ലാം കൂടെ ചെന്നു ദേശം ഉറ്റുനോക്കി. അറിയാവുന്ന ചരിത്രമായതുകൊണ്ട് അധികം വിശദീകരിക്കുന്നില്ല. 40 രാപകലുകൾ അവർ ഒരുപോലെ അധ്വാനിച്ചു. അവർ ചെന്നപ്പോൾ നിൽക്കുന്നു ഭയങ്കര അനാഖ്യമല്ലന്മാരെന്ന് പറഞ്ഞാൽ മല്ലന്മാരുടെ കൂട്ടത്തിൽ രാക്ഷസ വംശത്തിൽ ജനിച്ചവരാണ്. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ബലവാന്മാരാണ്, ഏറ്റവും ശക്തന്മാരാണ്. അവരെ ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ നടക്കുന്നവരാണ്. വലിയ വലിപ്പമുള്ള കോട്ടകൾ അവർ പണിതിട്ടുണ്ട്. അവർക്ക് വലിയ വലിപ്പമുള്ള സെറ്റപ്പ് ഉണ്ട്. എല്ലാം ഒക്കെ കണ്ടു. ഇതിൻ്റെ നടുക്കൂടി 40 പേർ നടന്ന് മോശയേൽപ്പിച്ച കർമ്മം മുഴുവൻ ചെയ്തു. അവരുടെ നടുവിലൂടെ നടന്ന് അവരുടെ കൃഷിഫലങ്ങൾ പറിച്ചെടുത്തു. അവരുണ്ടാക്കിയിരുന്ന അവരുടെ കൃഷിഫലങ്ങളിൽ പലതും പറിച്ചെടുത്തു. അവരുടെ ജീവൻ റിസ്ക് ചെയ്തുകൊണ്ട് അവരെല്ലാം ഇറങ്ങി നടന്നു. അവരെല്ലാം കഴിവുള്ളവരാണ്. പക്ഷെ അവരുടെ കഴിവുകൾ ദൈവത്തിൻ്റെ ഹിതത്തിന് വിരോധമായി അവർ ഉപയോഗിച്ചു. ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇതാണ്. യോശുവയും കാലേബും എന്ന 2 വ്യക്തികളെ മാറ്റ്. ബാക്കി 10 പേർ അവർ പ്രമാണികളാണ്, പ്രഭുക്കന്മാരാണ്, തലവന്മാരാണ്. ഇവർ അവരുടെ ജീവനെ പണയം വെച്ച് 40 രാപകലുകൾ അധ്വാനിച്ചവരാ. അവർക്ക് ലഭിച്ച ആജ്ഞ അവർ പൂർണ്ണമായി ചെയ്തവരാ. അവർ നടന്നേച്ച് പറഞ്ഞു, ദൈവം കൽപ്പിച്ചതുപോലെ പാലും തേനും ഒഴുകുന്ന ദേശം തന്നെയാണ്. എൻ്റെ വിശ്വാസത്തിൽ പാലും തേനും ഒഴുകുക എന്നത് ഒരു ഫ്രേസ്, സമൃദ്ധിയുടെയും നന്മയുടെയും ആകത്തുകയെ കാണിക്കുന്ന ഒരു ഫ്രേസ് ആ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നതാണ് പാലും തേനും ഒഴുകുക എന്ന്. അല്ലെങ്കിൽ പാലും തേനും ദേശത്തോട് ഒഴുകുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. അങ്ങനെ ഒക്കത്തില്ല. അങ്ങനെ ആയിപ്പോയെങ്കിൽ പിന്നെ നാട്ടിലാർക്കും താമസിക്കാനും ഒക്കത്തില്ല. അത് തീരെ വൃത്തികേടായി പോകും. അതല്ല. അതേ സമയത്ത് കന്നുകാലികളുടെ അകിടിൽ നിന്ന് പാലുകൾ ചീറ്റിത്തെറിച്ചിരുന്നുവെന്നും അങ്ങനെ പാൽ ഒഴുകിയെന്നും അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അവിടെ ഇവിടെയും നടക്കുന്നതാണ്. കന്നുകാലികൾ ചവിട്ടി ചെതൽപ്പുറ്റുകൾ ഇളകുമ്പോൾ അതിനകത്തുണ്ടായിരുന്ന തേനീച്ചക്കൂട്ടിൽ നിന്ന് തേൻ ഒഴുകിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ ലിറ്ററലി നടന്നിട്ടുണ്ടാവും. പക്ഷെ ദേശം മുഴുവൻ അതുകൊണ്ട് മൂടിയെന്നല്ല, ധനസമൃദ്ധിയെ കുറിക്കുന്നതാണത്. അതെ, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അവർ പറഞ്ഞു ഇവിടെ ഭയങ്കര പട്ടണങ്ങളുണ്ട്. പക്ഷെ മറുവശം കൂടെ ഞാൻ പറയാം, അവിടെ അനാഖ്യമല്ലന്മാരുണ്ട്. അവരുടെ പട്ടണങ്ങൾ ബലമുള്ളതാണ്. അതിനകത്ത് കയറി കഥകടച്ചാൽ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനൊക്കത്തില്ല. അങ്ങനെ അവരുടെ ബുദ്ധിയിൽ അനലൈസ് ചെയ്യാവുന്നതും കൂടെ അവർ ദൈവത്തിൻ്റെ ആലോചനയോട് ചേർത്തു. ഒന്ന്, ദൈവത്തിൻ്റെ ആലോചന അവർ പറഞ്ഞു സത്യമാണ്. ദൈവം പറഞ്ഞത് സത്യമാണ്. പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അവിടെ ഇന്നാര് താമസിക്കുന്നു. ആരൊക്കെയാണ് താമസിക്കുന്നത് ഞങ്ങളതെല്ലാം കണ്ടുപിടിച്ചു. പക്ഷെ ദൈവം പറയാത്ത ഒന്ന്, എൻ്റെ ബുദ്ധിയിൽ തോന്നിയത്, ഞങ്ങളുടെ ബുദ്ധിയിൽ കണ്ടത്, ഞങ്ങളുടെ കണ്ണ് കണ്ടത്, അത് ഭയങ്കരമാകട്ടോ. ഞങ്ങളുടെ കണ്ണ് കണ്ടത് പറയാം, അവർ ബലവാന്മാരാണ്. ഇനി ഞങ്ങളുടെ ആശയത്തിൽ തോന്നിയത് പറയാം, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ. ഞാൻ പദം കഴിഞ്ഞ ആഴ്ച തൊട്ടു. അവരുടെ നോട്ടത്തിൽ ഞങ്ങൾ വെട്ടിക്കിളികളെ പോലെ. അതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയിൽ പറയാം, നമുക്ക് ആ നാട് പിടിക്കാൻ പറ്റത്തില്ല. നമ്മിലെ പുരുഷന്മാരെ അവർ വെട്ടിക്കൊല്ലും. ദൈവം പറഞ്ഞത് മുഴുവൻ ശരിയാ. അതിൻ്റെ കൂടെ ഞങ്ങളുടെ ഒപ്പീനിയനും കൂടെ ചേർക്കാം. അതിനെ ദുർവർത്തമാനം എന്ന് ദൈവം വിളിച്ചു. വൈലിൻ്റെ പ്രോസസ് നിങ്ങളുടെ സ്വന്തമായത് ദൈവവചനത്തോട് ആഡ് ചെയ്യരുത്. വൈലിൻ്റെ പ്രോസസ് നമ്മുടെ സ്വന്തം ആലോചന ദൈവാലോചനയോട് ചേർക്കരുത്. അവരാരാണ്, നിങ്ങളാരാണ് എന്ന് വ്യത്യാസം കണ്ടേ മതിയാകും. ഇവർക്ക് ദുർവർത്തമാനം പറയുവാനുണ്ടായ കാരണം അവർ പറഞ്ഞത്, അവരുടെ നോട്ടത്തിൽ, ഇന്ന് ഈ കനാനിൽ പാർക്കുന്ന ആളുകളുടെ നോട്ടത്തിൽ ഞങ്ങൾ അവരുടെ മുമ്പിൽ നിസ്സാരന്മാരാണ്, ഞങ്ങൾ അവരുടെ മുമ്പിൽ ഒന്നുമില്ല, വെട്ടിക്കിളികളെ പോലെ. ഞങ്ങൾക്കും അത് തന്നെ തോന്നുന്നു. മോനെ, നാട്ടുകാരൻ്റെ തോന്നൽ നിനക്കുണ്ടാകരുത്. ഹൃദയങ്ങളിൽ ക്രിസ്തുവിൻ്റെ രക്തത്താൽ തളിക്കപ്പെട്ടവർക്കായി സ്തോത്രം. യേശുവിൻ്റെ വചനത്താൽ നിറഞ്ഞവർക്കായി സ്തോത്രം. കർത്താവിൻ്റെ കൽപ്പനകളിൽ ആശ്രയിക്കുന്നവർക്കായി സ്തോത്രം. ഈ പ്രഭുക്കന്മാർക്ക് പറ്റിയത് അവരുടെ സ്വന്തം ആലോചന അവർ ദൈവാലോചനയോടെ ചേർത്തു. അവരുടെ കൺക്ലൂഷൻ ജനത്തെ ഏൽപ്പിച്ചു. അതേ സമയത്ത് നമ്പേഴ്സ് 13-32-33 വാക്യങ്ങൾ, തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായന്മാർ. ഞങ്ങളുടെ നോട്ടം അവരുടെ നോട്ടം പോലെയാണ്.
അത് ഞാൻ ചേർത്തതാണ്. ഞങ്ങളുടെ നോട്ടം അവരുടെ നോട്ടം പോലെയാണ്. അതിനകത്ത് എഴുതിയിരിക്കുന്ന 33 ഞങ്ങൾ അവരുടെ മുമ്പിൽ വെട്ടിക്കിളിക പോലെ മാത്രം. അവർ നമ്മളെക്കാൾ വളരെ ശക്തർ, വലിയവരാണ്, പട്ടണങ്ങൾ ബലമുള്ളവയാണ്, സാഹചര്യം നമുക്ക് പ്രതികൂലമാകയാൽ നമുക്കവരെ ജയിപ്പാൻ കഴിയുകയില്ല. ജയിക്കാനാണ് കർത്താവ് ഇങ്ങോട്ട് വിട്ടത്. പ്രൈസ് ദി ലോർഡ്. സാഹചര്യം പ്രതികൂലമാ, നമുക്കവരെ ജയിക്കാൻ പറ്റത്തില്ല. ഈ ദുർവർത്തമാനം 10 പ്രഭുക്കന്മാർ പരത്തി. ഇതേ സമയം അവരുടെ വിശ്വാസം ഇല്ലാതെ പോയി. ഞാനതാ പറയാൻ വരുന്നത്. വിശ്വാസം ഇല്ലാതെ പോയ സാഹചര്യത്തെക്കുറിച്ച് ഒന്ന് പറയട്ടെ. ഇവിടം വരെ നടത്തിക്കൊണ്ടുവന്ന ജനത്തെക്കുറിച്ച് ദൈവത്തിനൊരു ചിന്തയുണ്ട്. ഇതിനോടാകും അവരെന്നെ വിശ്വസിക്കണമായിരുന്നു. ഈ നീണ്ട സമയം ഞാൻ അവരെ നടത്തി മിസ്രയീമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ച് ഈ ജനത്തെ പുറത്തെടുക്കുന്നത് അവർ കണ്ടതല്ലേ? മിസ്രയീമിലെ വെള്ളത്തെ രക്തമാക്കി അവരുടെ മത്സ്യങ്ങളെ കൊന്ന്, തവളകളെ കൊന്ന് ഞാൻ അവരെ വിടുവിച്ചുകൊണ്ട് വന്നത് അവർ കണ്ടതല്ലേ? അവരുടെ മുമ്പിൽ ചെങ്കടൽ പിളരുന്നത് അവർ കണ്ടതല്ലേ? ഇതൊക്കെ സംഭവ്യമായിരുന്നോ? കഴിഞ്ഞകാല അനുഭവങ്ങൾ കണ്ടവർ എന്തുകൊണ്ടെന്നെ വിശ്വസിക്കുന്നില്ല? ആകയാൽ എനിക്ക് ജനത്തോട് വെറുപ്പ് തോന്നുന്നു. അതായിരുന്നു ദൈവത്തിന് പറയാനുള്ളത്. അവരുടെ വിശ്വാസം ഇല്ലാതെയായിപ്പോയി. ഈ യേശുക്രിസ്തു നേരിട്ട് നടന്ന അത്ഭുത രോഗശാന്തികൾ നടത്തിയിരുന്ന ആ കാലത്ത് അവിശ്വാസ നിമിത്തം പലതും, എൻ്റെ അവിശ്വാസം, നമ്മുടെ അവിശ്വാസം, ചുറ്റുവട്ടങ്ങളിലുള്ള ജനങ്ങളുടെ അവിശ്വാസം നിമിത്തം യേശുവിന് വൻകാര്യങ്ങൾ ചെയ്യാൻ ഒക്കാതെ പോയ ചരിത്രം കേട്ടിട്ടുണ്ടോ? മർക്കോസിൻ്റെ സുവിശേഷത്തിൽ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 58-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ജന്മസ്ഥലത്ത് വന്ന് അവിടെ പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ അവരെല്ലാം കൂടെ ഒന്ന് റീസൺ ചെയ്തു. അവരാരും മോശമാണെന്ന് പറഞ്ഞില്ല, അവരാരും യേശുവിൽ ജ്ഞാനമില്ലെന്ന് പറഞ്ഞില്ല. അവരൊക്കെ പറഞ്ഞത് ഈ ജ്ഞാനം ഇവന് എവിടുന്ന് കിട്ടിയടാ, ഈ ജ്ഞാനം ഇവൻ എവിടുന്ന് കിട്ടി? ഇവൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്കറിഞ്ഞുകൂടെ? ഇവൻ മറിയയുടെ മോനല്ലേ? ഇവൻ്റെ സഹോദരന്മാർ നമ്മുടെ കൂടെ പാർക്കുന്നില്ലേ? ഇവനെ തച്ചൻ്റെ മോനല്ലേ? ഇവൻ സാധാരണക്കാരനല്ലേ? നമ്മിൽ ഒരാളിനെ പോലെ അല്ലേ ഉള്ളടാ? അവരുടെ കമ്പാരിഷനിൽ അവർ കണ്ടത് യേശുവിൻ്റെ ഫിസിക്കൽ സൈസ, യേശുവിൻ്റെ ഫിസിക്കൽ ബീയിങ് ആണ്, യേശുവിൻ്റെ ഫിസിക്കൽ ഏരിയയാണ്. നമ്മിലൊരാളിനെ പോലെ അല്ലേ ഉള്ളൂ. ഇവനെ അറിവ് വിടുന്നു. അറിവുണ്ടെന്നുള്ളത് സത്യമാണ്, പക്ഷെ നമ്മിൽ ഒരാളിനെ പോലെയാ. അല്ല മോനെ, അല്ല. ഇവൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാ. അതുമാത്രം നീ മറന്നുപോയി. നീ ദൈവത്താൽ അയക്കപ്പെട്ടവനല്ല, നിനക്ക് വേണ്ടി ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഈ നിൽക്കുന്നതെന്ന് മറന്നുപോയതിനാൽ അവരൊരുപാട് അവിശ്വസിക്കാൻ തുടങ്ങി. അല്ല കൂടോത്രവും കാണുമോ ഇതിനകത്ത്? എന്തെങ്കിലും ദോഷകരമായതല്ലോ ഉണ്ടോ ഇതിനകത്ത്? അവരൊരുപാട് സംശയിക്കാൻ തുടങ്ങി. ആകയാൽ അവരുടെ അവിശ്വാസ നിമിത്തം വളരെ വീര്യപ്രവർത്തികൾ അവിടെ ചെയ്യുവാൻ യേശുവിന് കഴിയാതെ പോയി, അല്ലെങ്കിൽ യേശു ചെയ്തില്ല. ഇനി ചില സാഹചര്യങ്ങളിൽ യേശുവിൻ്റെ അടുക്കൽ, ഞാൻ ചില വർഷങ്ങൾക്ക് മുമ്പ് ഒരു പ്രാവശ്യം ഇവിടെ തൊട്ടതാണ്, യേശുവിൻ്റെ അടുക്കൽ ചിലരെ കൊണ്ടുവന്നു. ഈ ഏരിയയിൽ പെടുന്നവരായിരിക്കണം, ഈ ഏരിയയിൽ പെടുന്നവരാ ഇവരെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാർ യേശുവിനോട് നിർബന്ധിച്ചു, അങ്ങ് അധികം അത്ഭുതങ്ങളൊന്നും ചെയ്യാതെ അങ്ങ് പോവുകയാണല്ലോ, ഇവൻ്റെ മേലൊന്ന് കൈവെക്കണം, ഇവൻ ചെകിടനാണ്, ഇവൻ്റെ മേൽ ഒന്ന് കൈവെക്കണം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ഞാനിപ്പം വായിക്കുന്നില്ല, വേണ്ടവർക്ക് നോട്ട് ചെയ്യാമെന്ന് മാത്രം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ വിക്കനും ചെകിടനുമായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശുവിനോട് പറഞ്ഞ്, കർത്താവ് ഇവൻ വിക്കനാണ്, ഇവന് സംസാരിക്കാൻ പറ്റത്തില്ല, ശരിക്കും സംസാരിക്കാൻ പറ്റത്തില്ല, ചെകിടനും കൂടെയാണ്, ചെവി കേൾക്കത്തുമില്ല, അതുകൊണ്ട് ഇവൻ്റെ മേലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. ഒരു സാധാരണ പ്രാർത്ഥനയിൽ ഇവൻ ശരിയാകില്ല, ഇവൻ്റെ മേലൊന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം. അവിശ്വസിക്കുന്ന ജനതയുടെ നടുവിൽ ഈ ഒരുത്തനെ കൊണ്ടുവന്നു. അവന് ആഗ്രഹമുണ്ട് വിടുതലാകണമെന്ന്, വിശ്വാസം എത്രയുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ശിഷ്യന്മാർ യേശുവിനെ നിർബന്ധിച്ചു ഇത് ചെയ്യണം. നമ്മൾ പലപ്പോഴും നിർബന്ധിച്ച് പലരെയും കൊണ്ടുവരാറുണ്ട്. ചില സമയങ്ങളിൽ പറയാറുണ്ട് തിരിച്ചടി ഉണ്ടാകുമെന്ന്. നമ്മൾ പ്രാർത്ഥിക്കുന്ന പലതിനും തിരിച്ചടി ഉണ്ടാകും എന്ന് പൊതുവെ പറയാറുണ്ട്. എനിക്ക് പൊതുവെ അതിനകത്ത് പഠിച്ചിടത്തോളം, ഞാനും 10-60-ലധികം വർഷമായി ആത്മലോകത്തിൽ, സുവിശേഷ മണ്ഡലത്തിലുണ്ട്, അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ കണ്ടതിനകത്ത് ചിലർക്ക് ദൈവം ചിലതങ്ങ് കൊടുക്കും, അതിന് വിരോധമായി പ്രാർത്ഥിച്ചാൽ തിരിച്ചടി ഉണ്ടാകും. 2, പ്രത്യേക വിഷയത്തിനു വേണ്ടി അഭിഷക്തനല്ലാത്ത ഒരു വ്യക്തി അതിനുവേണ്ടി പ്രാർത്ഥിച്ചാൽ തിരിച്ചടി ഉണ്ടാകും. ഞാൻ ഇക്കാര്യം ഒന്ന് തിരിച്ചിരട്ടെ. 1, ഒരു പ്രത്യേക വിഷയത്തിന് പ്രാർത്ഥിക്കുവാൻ എൻ്റെ മേലൊരു അതോറിറ്റി ഇല്ല. ആ സാഹചര്യത്തിൽ ദൈവനാമത്തിൽ പ്രാർത്ഥിച്ചതുകൊണ്ട് കർത്താവ് തൻ്റെ നാമത്തെ ഉയർത്തേണ്ടതിന് എൻ്റെ പ്രാർത്ഥന അംഗീകരിച്ച് ആളിന് വിടുതൽ കൊടുക്കും, പക്ഷേ എനിക്കതിൻ്റെ തിരിച്ചടി ഉണ്ടാകും. 2,
ആളിൽ ഭയങ്കര മിസ്റ്റേക്കുണ്ട്, ആളിൽ ഭയങ്കര പ്രശ്നമുണ്ട്, അവനെ സൗഖ്യമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ആ സമയത്ത് ഇതറിയാതെ അഭിഷിക്തനായ ഒരു വ്യക്തി കയറി അവന് വേണ്ടി പ്രാർത്ഥിച്ചാലും, കാര്യം അവൻ്റെ മേലെ പാപം നിൽക്കുന്നത് കൊണ്ട്, ദൈവം അത് ക്ഷമിക്കാത്തത് കൊണ്ട് തിരിച്ചടി ഉണ്ടാകും, റിയാക്ഷൻ ഉണ്ടാകും. അങ്ങനെ പലപ്പോഴും റിയാക്ഷൻസ് ഉണ്ടായത് എൻ്റെ അനുഭവത്തിലുണ്ട്. ഇന്ന് വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ പലതിനകത്തും അന്വേഷിച്ചേച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ഒരുപാട് ആത്മീയർക്കുണ്ട്, ഒരുപാട് അഭിഷക്തന്മാർക്കുണ്ട്. വിക്കനും ചെകിടനുമായ ഒരു മനുഷ്യനെ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയേച്ച് യേശുവിനോട് പറഞ്ഞ് ഇവൻ്റെ മേലൊന്ന് കൈവെക്കണം, ഇവൻ ഇവിടെ ഒന്ന് സൗഖ്യമാകണം. നാട്ടുകാരും ഇവൻ ശരിയാകുകയില്ലെന്ന് പറഞ്ഞ് നടക്കുക. ഇവൻ വിക്കനാണ്, ഇവൻ ചെകിടനാണ്, ഇവനൊന്നും കേൾക്കത്തില്ല, ഇവൻ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്ന ഈ ജനത്തിൻ്റെ നടുവിൽ വെച്ച് ഇവൻ്റെ തലയിൽ ഒന്ന് കൈവെക്കണം, ഇവൻ ശരിയായേ പറ്റൂ. ശിഷ്യന്മാരുടെ അപേക്ഷ നിരസിക്കാൻ യേശുവിന് പറ്റത്തില്ല. പക്ഷേ ഈ സാഹചര്യത്തിൽ ഇവനെ ഒന്നും ചെയ്യാനും ഒക്കത്തില്ല. അതിന് യേശു ചെയ്തത് എന്തുവാണെന്നറിയാമോ? 32 മുതൽ 37 വരെ വായിക്കുമ്പോൾ യേശു അവൻ്റെ കയ്യെ പിടിച്ചു, ഇവനെ വലിച്ചു. ഇവൻ യേശുവിനോട് പോകലും ഇവനെ വലിച്ച് പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. പുരുഷാരത്തിൻ്റെ നടുവിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നേച്ച് അവനെ തുപ്പി. യേശുവിൻ്റെ രോഗശാന്തിയിലൊന്നും ഇങ്ങനെയൊന്നും ഉള്ളതല്ല കാണുന്നത്. വളരെ മാന്യമായിട്ട് യേശു ഇടപെടുന്നത്. അവൻ്റെ ചെവിയിൽ തുപ്പി, എന്നിട്ട് അവനോട് പറഞ്ഞു സൗഖ്യമാകാൻ. അവൻ സൗഖ്യമായി. യേശു അവനെ സൗഖ്യമാക്കിയ ശേഷം അവനോട് പറഞ്ഞു ആരോടും പറയരുത്, പൊക്കോളാൻ പറഞ്ഞു. യവന്മാർ കേട്ടാൽ നിനക്കുള്ള വിശ്വാസം കൂടെ നശിപ്പിക്കും, നിനക്കിപ്പോൾ കിട്ടിയതും കൂടെ ഇവൻ നശിപ്പിക്കും. നമുക്കറിയാം യോഹന്നാൻ്റെ സുവിശേഷം 9-ാമത്തെ അധ്യായത്തിൽ പിറവിയിലെ കുരുടനായി പിറന്ന ഒരുത്തനെ യേശു സൗഖ്യമാക്കി. യേശു അവനെ സൗഖ്യമാക്കിയെന്ന് അറിഞ്ഞുടനെ മതനേതാക്കളെല്ലാം കൂടെ അവൻ്റെ പുറകെ കൂടിയെ ചോദിച്ചു, നിന്നെ സൗഖ്യമാക്കിയോടാ? അവൻ പറഞ്ഞു ആക്കി. യേശു എന്ന ഒരാളാണ് എന്നെ സൗഖ്യമാക്കിയത്, എടാവൻ പാപിയാടാ, അവൻ്റെ പേര് പറയരുത് എന്നൊക്കെ ഇവനെ ശാസിക്കാൻ തുടങ്ങി. ഇവൻ്റെ വട്ടത്തിൽ ആളുകൂടിയത് സൗഖ്യമാക്കിയ ദൈവത്തിന് മഹത്വമെന്ന് പറയുവാനല്ല, ഇപ്രകാരം സൃഷ്ടിയിൽ കുറവായതിനെ സൃഷ്ടിക്കുന്ന ഒരു ദൈവം ഉണ്ടല്ലോ എന്ന് പറയാനല്ല, പകരം സൗഖ്യമായവനെ നിരുത്സാഹപ്പെടുത്തേണ്ടതിനാണ് അവൻ്റെ അടുക്കൽ ആളുകൂടിയത്. ഈ ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന് യേശുവിനറിയാം. യേശു അവനെ വലിച്ചു പുറത്താക്കി. അവിശ്വാസികളുടെ നടുവിൽ പലതും നടക്കാതെ വരും. അവിശ്വാസികളുടെ നടുവിൽ, അവിശ്വാസം ദൈവം ഒരിക്കലും അംഗീകരിക്കുന്നതല്ല, അവിശ്വാസികളുടെ നടുവിൽ പലതും നടക്കാതെ വരും. മർക്കോസിൻ്റെ സുവിശേഷം തന്നെ 8-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ കുരുടനായ ഒരു മനുഷ്യനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ഇതുപോലെ തന്നെ യേശു അവനെ പിടിച്ചു വലിച്ചു, അവൻ്റെ കണ്ണിൽ തുപ്പി. ഇതെന്തുവാ കർത്താവേ, അങ്ങയുടെ ശുശ്രൂഷയിൽ ഇങ്ങനെ തുപ്പി സുഖമാക്കുവോ? അതെ, കാരണം ഞാൻ ഈ അവിശ്വാസത്തെ വെറുക്കുന്നു, ഞാൻ ഈ അവിശ്വാസത്തെ നിഷേധിക്കുന്നു. അധികം അവിശ്വാസികളുള്ളിടത്ത് വെച്ച് യേശുവിന് പോലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇതാണ് സാഹചര്യം. പലപ്പോഴും അവിശ്വാസം നിമിത്തം കൂടിയിരിക്കുന്നവരുടെ അവിശ്വാസം നിമിത്തം ദൈവത്തിന് വലിയത് ചെയ്യാൻ കഴിയാതെ വരും. ഇവിടെ 10 പ്രഭുക്കന്മാർ, ഞാനൊരു പദം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. ഈ കുരുടനെ കൊണ്ടുപോയി സൗഖ്യമാക്കി. അവനെ സൗഖ്യമാകുന്ന പ്രയാസമായിരുന്നു. അവൻ്റെ ചെവി അവൻ്റെ കണ്ണി തുപ്പി അവനെ സൗഖ്യമാക്കി. എന്നിട്ട് ചോദിച്ചു വല്ലതും കാണാമോ നോക്കടാന്ന് പറഞ്ഞു. ഇതൊക്കെ യേശു ചെയ്ത കാര്യമായി പറയുന്നേ. വല്ലതും കാണാമോ നോക്കടാന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ. അവൻ മേളിലോട്ടാണ് നോക്കിയേ, മുൻപിൽ നിൽക്കുന്ന കർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ. അവന് നോക്കാൻ അറിയാൻ വയ്യ, പുള്ളിക്ക് കണ്ണില്ല. ഒരുപാട് പേർക്ക് അങ്ങനെ കണ്ണില്ലാത്തതുകൊണ്ട് നോക്കാനേ അറിയാൻ വയ്യ. ഇപ്പം മേളിലോട്ടാണ് നോക്കിയത്. മേളിൽ പറഞ്ഞ് കാണാം, ഭംഗിയായിട്ട് കാണാം, മനുഷ്യനെ കാണാം. മേളിലോ? അതെ, മേളിൽ എനിക്ക് മനുഷ്യനെ കാണാം. പിന്നെ അവരൊക്കെ നടക്കുന്നത് വൃക്ഷങ്ങൾ പോലെ, ഭയങ്കര കാഴ്ചപ്പാടാണ്. ഒരുപാട് പേർക്ക് ഇതുപോലുള്ള ഒത്തിരി കാഴ്ചപ്പാടുകളുണ്ട്. കാര്യം കർത്താവ് അവരെ തൊട്ടെങ്കിലും വിശ്വാസത്തിൽ നിന്നും അല്ല. കർത്താവ് വീണ്ടും അവന് വേണ്ടി പ്രാർത്ഥിച്ചു, അവൻ്റെ മേൽ കൈവച്ചു. അവൻ 2-ാമത്തെ പ്രാവശ്യം സൗഖ്യമായി. സ്പഷ്ടമായി കാര്യങ്ങൾ കണ്ടു. യേശു അവനോട് പറഞ്ഞതറിയാമോ? ഊരിക്കേറിയ കല്ല്, നിന്റെ അവിശ്വസിക്കുന്ന ജനതതി പാർക്കുന്ന ഊരിൽ പോകരുത്. പലരെയും യേശു പറഞ്ഞയക്കുമ്പോൾ പോയി ഞാൻ നിനക്ക് എന്ത് ചെയ്തുവെന്ന് നിന്റെ പട്ടണവാസികളോട് പറ, നിന്റെ ഊരിലുള്ളവരോട് പറയാൻ പറഞ്ഞയക്കുന്നു. പക്ഷേ യവനോട് പറഞ്ഞു, നീ വന്നിരിക്കുന്നത് അവിശ്വാസം നിറഞ്ഞിരിക്കുന്ന ഏരിയയിൽ നിന്നാണ്, മിസ്കൺസെപ്റ്റുകളുള്ള ഏരിയയിൽ നിന്നാണ്. അതിനകത്ത് കയറരുത്. ഉള്ള ദൈവകൃപ കൂടെ നഷ്ടപ്പെടും. പറയേണ്ടവരോട് പറയുവാനും ഷെയർ ചെയ്യേണ്ടവരോട് ഷെയർ ചെയ്യുവാനും ഒഴിവാക്കേണ്ടവനെ ഒഴിവാക്കുവാനും സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ.
നമ്പേഴ്സ് 14:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ, എന്നാൽ യോശുവയും ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ച പുരുഷന്മാർ ഇവർ തന്നെയാണ്. യോശുവയും കാലേബും കൂടെ കൂട്ടത്തിലുണ്ടായിരുന്നു. യോശുവയും കാലേബും, യോശുവയുടെ പേര് മാറ്റി എന്ന് ഞാൻ പറഞ്ഞു, നമ്പേഴ്സ് 13:16 എന്നാൽ 3 മകനായ യഹോശുവയ്ക്ക് യോശുവ എന്ന് മോശ പേര് മാറ്റി. ഒരു പുതിയ നിയമനം തൻ്റെ ജീവിതത്തിലുണ്ടായി. യോശുവ കേവലം ആവറേജ് സാമാന്യക്കാരൻ ഒരാളായിരുന്നു. ഞാനായിരുന്നതുപോലെ, നമ്മൊക്കെ ആയിരിക്കുന്നത് പോലെ കേവലം സാധാരണക്കാരനായിരുന്നു. പക്ഷെ ദൈവത്തിന് ഇദ്ദേഹത്തെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നതിനാൽ ആ ജനത്തിൻ്റെ നടുവിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്തു, എടുത്ത് അവൻ്റെ പേര് മാറ്റിയിട്ടു. ദൈവത്തിൻ്റെ കയ്യിൽ ഒരാളിനെ കിട്ടിയാൽ പേര് മാറ്റും. ദൈവം ഒരാളിനെ ഒരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ പിശാച് അവൻ്റെ പേര് മാറ്റും. ഞാൻ പറഞ്ഞ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെടുവാൻ കർത്താവ് ഇടയാക്കി. അന്നു മുതൽ എന്നെ കാണുന്നവരൊക്കെ ഹല്ലേലൂയ എന്ന് വിളിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അങ്ങനെങ്കിലും ഹല്ലേലൂയയുടെ ശബ്ദം നാട്ടിൽ കേട്ടല്ലോ. അശുദ്ധൻ്റെ വായിൽ നിന്ന് വന്നതെങ്കിലും ഹല്ലേലൂയ എന്നൊരു ശബ്ദം കേട്ടല്ലോ. ഇന്ന് പലതിൻ്റെയും വായിൽ നിന്ന്, അശുദ്ധൻ്റെ വായിൽ നിന്ന് ഇത് വരുമ്പോൾ ദുഃഖത്തോടെ ആണെങ്കിലും ഞാൻ ഓർക്കാറുണ്ടോ, ഒക്കെ പൗലോസ് പറഞ്ഞ പോലെ സത്യമായിട്ട് പോലും കപടമായിട്ട് പോലും അവർ യേശുവിനെയാണല്ലോ പ്രസംഗിച്ചതെന്ന് ഓർത്ത് അങ്ങ് സന്തോഷിക്കാം. വേറെ യാതൊരു മാർഗവുമില്ല. ഇങ്ങനെയൊക്കെ വിളിച്ചിരുന്നു. നമ്മുടെ യേശുവിനെ കുറിച്ച് പറഞ്ഞാൽ, കർത്താവായ യേശു ക്രിസ്തുവിനെ, ദൈവപുത്രനെ കുറിച്ച് പറഞ്ഞാൽ, തൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഒരിക്കൽ താൻ പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ 3 നാളിനകം അതിനെ പണിയും. മരിച്ചവരിൽ നിന്ന് തിരികെ എഴുന്നേൽക്കുവാൻ കപ്പാസിറ്റി ഉള്ളവൻ ഈ തൻ്റെ ശരീരമാകുന്ന മന്ദിരത്തെക്കുറിച്ച് പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പീൻ, ഞാൻ ഇതിനെ 3 നാളിനകം പണിയും. യേശുവിൻ്റെ പേരവന്മാർ മാറ്റിയിട്ടതറിയാമോ? മന്ദിരം പൊളിക്കുന്നവനെ അവൻ്റെ പേരെങ്ങനാക്കി? മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ അവൻ്റെ പേരതാക്കി. ശുശ്രൂഷയുടെ പേരിൽ നിങ്ങൾ വിളിക്കപ്പെട്ടെന്ന് വരും. മാത്രമല്ല, പൗലോസ് അപ്പോസ്തലനെ വിട്ടോ? ആരെയാ വിട്ടത്? ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രവർത്തിച്ച് ആരെയെങ്കിലും അപവാദം പറയാതെ വിട്ടിട്ടില്ല. പഴയ നിയമത്തിലോട്ട് പോകാം. ജോസഫിനെ സ്വർഗത്തിലെ ദൈവം വെളിപ്പാടുകൾ ഏൽപ്പിച്ചു, ദർശനങ്ങൾ ഏൽപ്പിച്ചു. അവൻ്റെ സഹോദരന്മാരെല്ലാം കൂടി സ്വപ്നക്കാരനെന്ന് പുള്ളിയുടെ പേര് മാറ്റിയിട്ടു. എന്നെ ഊതി വീഴ്ത്തുകാരനെന്ന് എത്രയോ ചെകുത്തന്മാർ വിളിച്ചിട്ടുണ്ട്. എത്രയോ ജഗത്തന്മാർ. അതിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതങ്ങനെയാ. അതിൻ്റെ അർത്ഥം ദൈവവരത്തിനെ തെരഞ്ഞെടുത്തു, അവൻ്റെ മേൽ ശുശ്രൂഷ ഏൽപ്പിച്ചു. ഇങ്ങനെ പേര് ദൈവം മാറ്റാറുണ്ട്, ലോകവും മാറ്റാറുണ്ട്. ലോകം പേര് മാറ്റിയാൽ തെറ്റില്ല. കാര്യം സ്വർഗത്തിൽ ഒരു പേരെഴുതിയിട്ടുണ്ട്. ആ പേരിൻ്റെ പ്രത്യേകത, ലഭിക്കുന്നവനല്ലാതെ രണ്ടാമതൊരുത്തൻ അറിയാത്ത പേര്. ഇന്ന് പകൽ ചെകുത്താൻ 1000 പേരുകൾ പറഞ്ഞ് അപമാനിക്കാൻ ശ്രമിക്കുമെങ്കിലും സ്വർഗത്തിലെ ദൈവം ഇട്ടിരിക്കുന്ന ഒരു പേരുണ്ട്. അത് ലഭിച്ചവനും ആ ദൈവത്തിനും മാത്രം അറിയും. ആ പദം ഒന്നുകൂടെ പറയണം. ആർക്ക പേര് ലഭിച്ചോ അവനറിയാം, ഞാൻ ഇന്ന ആളാ. അവനും ദൈവത്തിനും മാത്രം അറിയാവുന്ന ഒരു പുതിയ പേര് ഞാൻ അവന് കൊടുക്കും എന്ന് കർത്താവ് പറഞ്ഞു. നിൽക്കട്ടെ, ഇങ്ങനെ ഇവരെ അയച്ചു. ആ 2 പേര് ഇറങ്ങി ജനത്തിൻ്റെ നടുവിൽ പറഞ്ഞ്, ഭയപ്പെടരുത്, നമ്മളെ ദേശം പിടിക്കും. ഞങ്ങളുടെ 2 പേരുടെ ദർശനം ബാക്കിയുള്ളവരുടെ ദർശനങ്ങളല്ല. 10 പേർ നേതാക്കന്മാരാണ്, 10 പേർ പ്രഭുക്കന്മാരാണ്, തലവന്മാരാണ്. പക്ഷെ അവരുടെ വെളിപ്പാടുകൾ ദൈവിക വെളിപ്പാടും അവരുടെ വ്യക്തിപരമായ വെളിപ്പാടും കൂടെ ഒരുമിച്ച് ഇങ്ങോട്ടിട്ടതാണ്. ഈ മിശ്രിതം ദൈവം അംഗീകരിക്കുന്നതല്ല. ഞങ്ങളുടെ 2 പേരുടെ വെളിപ്പാട് കംപ്ലീറ്റ്ലി ഡിവൈനാണ്, ദൈവം ഏൽപ്പിച്ചത് മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ വെളിപ്പാട് പറയാം, നാം അവരെ ജയിക്കും. യഹോവ നമ്മുടെ കൂടെ ഉണ്ട്. 1, ഭയപ്പെടരുത്. 2, അവരുടെ ശരണം അഥവാ അവരെ ഭരിക്കുന്ന ശക്തികൾ അവരെ വിട്ടുപോയി. ഇത് ഒരു പ്രധാന ആശയമാണ്. ദൈവമക്കൾ മറക്കരുത്. സത്യത്തിൽ മാനുഷികമായ ചിന്താഗതികളിൽ വലയാതെ ദൈവികമായ ദർശനത്തിൽ മാത്രം നിൽക്കുന്നവരെ ദൈവം ഏൽപ്പിച്ച ടാസ്കിന് വേണ്ടി പോയാൽ അവരോടുകൂടെ ഒരു വൻകിട ദൈവസാന്നിധ്യമുണ്ട്. ഈ ദൈവസാന്നിധ്യം വഹിച്ചുകൊണ്ട് നടക്കുമ്പോൾ അശുദ്ധമായ പലതും ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ വയ്യാത്ത പല ശക്തികളും വിട്ടുപോകും. ഈ 2 പേര് പറഞ്ഞു, ഞങ്ങൾ നടക്കുമ്പോൾ ഞങ്ങളൊരു കാര്യം മനസ്സിലാക്കി, അവരുടെ ശരണം പോയി. അവരെ നയിച്ചുകൊണ്ടിരുന്ന ശക്തികൾ, അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ശക്തികൾ അതവരെ വിട്ടുപോയി. ആകയാൽ നാം അവരെ ജയിക്കും. ആ ശക്തികൾ അവരെ ഭരിച്ചിരുന്ന സമയത്ത് അവരെ ജയിക്കാൻ നമുക്കൊക്കത്തില്ലായിരുന്നു. പക്ഷേ യഹോവ എൻ്റെ കൂടെ ഉണ്ട്. ഭയപ്പെടരുത്.
2, അവരുടെ ശരണം അവർക്ക് പോയി. 3, യഹോവയായ ദൈവം നമ്മോടുകൂടെ ഉണ്ട്, താൻ ബലവാനാണ്. സർവശക്തനായ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. പലപ്പോഴും ആത്മയുദ്ധത്തിൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാനും നിങ്ങളും പറയാറുണ്ട്, തൻ്റെ ലൂസിഫർ ആണ് ആത്മയുദ്ധത്തിൽ നമുക്ക് വിരോധമായി നിൽക്കുന്ന പൈശാചിക നേതാവ്. അവൻ സ്വർഗത്തിൽ ഒരു വർഷിപ്പ് ലീഡറായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ ഉള്ളത് മീഖായേല, അദ്ദേഹം യുദ്ധവീരനാണ്. വർഷിപ്പ് ലീഡർ ആയിരുന്ന എന്ന് പറഞ്ഞാൽ യുദ്ധം അറിയാൻ വയ്യാത്ത, എൻ്റെ ആശയം അതാണ്, യുദ്ധം അറിയാൻ വയ്യാത്ത ഒരുത്തനാണ് ലൂസിഫർ. അവൻ കണ്ടു പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ കൂടെ ഉള്ളതുണ്ടല്ലോ, യുദ്ധങ്ങളുടെ തലവനായ മീഖായേലാണ് നമ്മോടുകൂടെ ഉള്ളവൻ. ബലവാനായ ദൈവമാണ്. ഈ ശക്തിയെ കാണുമ്പോൾ ഓടിപ്പോകുന്നവനല്ല ദൈവം. ദൈവത്തെ കാണുമ്പോൾ, അല്ല എന്നെ കാണുമ്പോൾ മറ്റേ ശക്തികൾ ഓടിപ്പോകുകയാണ്. അങ്ങനെ യഹോവയായ ദൈവം ബലവാനാണ്, അവൻ നമ്മോടുകൂടെ ഉണ്ട്. 4, ആകയാൽ നാം അവരെ ജയിക്കും. നമുക്ക് അനുകൂലമായി ദൈവമുണ്ട്, പ്രതികൂലമായി ആരുമില്ല. അതെ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, ദൈവം എനിക്ക് അനുകൂലമാകയാൽ പ്രതികൂലം ആര്? കർത്താവിൻ്റെ നാമത്തിൽ നാം അവരെ ജയിക്കും. ഈ 3-4 കാര്യങ്ങളാണ് പറഞ്ഞത്. വിഷൻസ് തമ്മിലുള്ളതായ വ്യത്യാസം ഞാൻ പറഞ്ഞല്ലോ. ഈ 12 പേരും തലവന്മാരാണ്, 12 പേരും പ്രഭുക്കന്മാരാണ്. അതിൽ ഒരുത്തൻ സാധാരണക്കാരനായിരുന്നു, യോശുവ തലവനായിരുന്നില്ല. യോശുവ അദ്ദേഹത്തെ കണ്ട് ഒരു ദൈവിക നിയോഗപ്രകാരം പേര് മാറ്റിയിട്ട് പ്രത്യേകിച്ച് കൂടെ കൊണ്ട് നടക്കുകയാണ്. തൻ്റെ മേലൊരു അഭിഷേകത്തിൻ്റെ കൈമാറ്റമുണ്ട്. ഇവിടെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം പറയട്ടെ, അഭിഷേകത്തിൻ്റെ കൈമാറ്റം, വി യൂസ് ടു കോൾ ഇറ്റ് ആസ് ദി അംബ്രല്ല ഓഫ് ദി അനോയിൻറ്റിങ്. അഭിഷേകത്തിൻ്റെ കൊടക്കീഴിൽ നടക്കുക എന്നൊരാശയം പറയാറുണ്ടായിരുന്നു. ഒരു അഭിഷേകത്തിനോടുകൂടെ നിങ്ങൾ നടക്കുന്നെങ്കിൽ അഭിഷേകം തന്നെ നിങ്ങളിലേക്ക് പകരുവാൻ ഒരു സാധ്യതയുണ്ട്. ഒരു അശുദ്ധനോടുകൂടെ നിങ്ങൾ നടക്കുന്നെങ്കിൽ ഒരു അശുദ്ധി നിങ്ങളിലേക്ക് പകരുവാൻ കൂടുതൽ സാധ്യതകളുണ്ട്. ഒരു വിവേകം കെട്ടവൻ്റെ കൂടെ നടന്നാൽ വിവരക്കേട് നമ്മളും കാണിച്ചും പറഞ്ഞും കൊണ്ടിരിക്കും. ഇന്ന് പകൽക്കാലം ദൈവിക അഭിഷക്തന്മാരോട് ചേർന്ന്, ദൈവസഭയോട് ചേർന്ന് പോകുന്നവർക്കായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ഇന്ന് ഈ നമ്പേഴ്സ് സംഖ്യാപുസ്തകം 13, 14, 2 അധ്യായങ്ങൾ അവരുടെ ഇടയിൽ നടന്ന കാര്യങ്ങളാണ്. എന്തുവാണിത്? എക്സിക്യൂട്ടീവ് കോളിനകത്ത് ഒരബദ്ധം സംഭവിച്ചു. 1, ആരംഭത്തെങ്കിൽ ഇറങ്ങിത്തിരിക്കുവാൻ വേണ്ടി ലഭിക്കുന്ന ഒരു വിളി. അതിൻ്റെ തന്നെ ബി പാർട്ടായി ചേർക്കാം, സഹകരിച്ച് നിൽക്കുവാനുള്ള ഒരു വിളി. 2, പ്രോസസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെ തെറ്റിപ്പോയാൽ കറക്റ്റ് ചെയ്യുന്നതായ ഒരു ദർശനം. 3, കറക്ഷൻ, അവർക്ക് ഫോളോ അപ്പ് കോൾ കൊടുക്കും. അവർ ഇന്നത് ചെയ്യണം, ഓരോ ടേണിങ്ങും ചെല്ലുമ്പം പറഞ്ഞു തരും. GPS ഗൈഡൻസ് ഇട്ടുകൊണ്ട് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നവരോട് ഓരോ വളവിങ്കൽ ചെല്ലുമ്പോൾ വിളിച്ചു പറയും, ഇടത്തോട്ട് തിരിഞ്ഞോണം, വലത്തോട്ട് തിരിഞ്ഞോണം, സ്ഥലം ഇതാണ്, എഴുതി കാണിക്കും. ഇന്ന ഡിസ്റ്റൻസും കൂടെ ഉണ്ട്. ഇന്ന് പകൽക്കാലം അങ്ങനെ യാത്ര ചെയ്യുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അവർ കാഴ്ചയാലല്ല, വിശ്വാസത്താലാണ് യാത്ര ചെയ്യുന്നത്. അവർ വിശ്വാസത്താൽ യാത്ര ചെയ്യുന്നവരാണ്. എന്നാൽ ഇവരുടെ നടുവിൽ ഈ ദുർവർത്തമാനം പരത്തിയതിനാൽ കുറേ ആളുകൾ അതങ്ങ് അംഗീകരിച്ചു. അവർ മോശയുടെ കൂടെ നടക്കുന്നത്, യോശുവയുടെ കൂടെ നടക്കുന്നത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ അവർക്ക് പ്രാബല്യമുള്ളത് ഈ നാട്ടുകാരുടെ ചിന്താഗതിയാണ്. ഈ 10 പ്രഭുക്കന്മാരുടെ ചിന്തയാണ്. പ്രഭുക്കന്മാർക്കും അതല്ലേ കൂടുതൽ പേർക്ക് പറ്റിയത്. ഈ ചിന്തയാണ് ഇവരുടെയും അകത്ത്. ആകയാൽ ജനം ആകപ്പാടെ പിറുപിറുപ്പിലായി. ഈ 13, 14 അധ്യായങ്ങളിൽ കാണുന്ന ചില കാര്യങ്ങൾ ഇസ്രായേലിൻ്റെ ഇടയിൽ നടന്ന ഏറ്റവും വലിയ പിന്മാറ്റത്തിൻ്റെ പ്രക്രിയ. ദൈവം ഇസ്രായേലിനെ അങ്ങേയറ്റം എതിർത്ത 2 രംഗങ്ങളാണ് ഉള്ളത്. 1, അവർ വേർപാട് ലംഘിച്ച് ബിലയാമിൻ്റെ വഴിയിൽ നടന്നത്. ബിലയാമിൻ്റെ വഴിയിൽ അവർ നടന്നു, അവർ വേർപാട് ലംഘിച്ചു. ദൈവത്തിന് സഹിക്കാനൊക്കാത്ത ഒന്നായിരുന്നു. 2ാമത്തേത് ഇവിടെയാണ്. ദൈവത്തെക്കാൾ കൂടുതലായി ഈ പ്രഭുക്കന്മാരെ വിശ്വസിച്ചു. ദൈവം പറഞ്ഞത് വിശ്വസിക്കുമോ, ഇവരെ വിശ്വസിക്കുമോ? ഈ 2 മേജർ മിസ്റ്റേക്കാണ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കത് വരാതിരിക്കട്ടെ. ബിക്കോസ് വി ആർ ഓൺ ദ പ്രോസസ്. അന്ന് ഇസ്രായേലായിരുന്നത് പോലെ ഇസ്രായേലിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ പിന്മാറ്റത്തിൻ്റെ പ്രക്രിയ നടന്നത് ഇവിടെയാണ്. ജനം പിറുപിറുക്കാൻ തുടങ്ങി. നമ്മുടെ ജീവിതത്തിൽ പിറുപിറുപ്പ് ഒഴിവാകട്ടെ. 2, മോശ, അഹരോൻ ഇവർ കവിണ്ണ് വീണ് ദൈവസന്നിധി കരയാൻ തുടങ്ങി. ഇന്ന് പകൽ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നവർ, ഭാരതീയ സഭയ്ക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്ന ഒരു പ്രത്യേക വിലാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും മധ്യസ്ഥതയുടെയും ആത്മാവിനെ ദൈവം അനേക ആത്മീയരുടെ മേൽ പകർന്നിട്ടുണ്ട്.
ആത്മീയ ലോകത്തിന് കിഴുത്ത വീണതും അതിനകത്ത് ശുഷ്കിച്ചു പോയതും വിശ്വാസം കുറഞ്ഞതും ഒക്കെ കണ്ടുകൊണ്ട് നിലവിളിച്ച് കരയുന്ന ഒരു കൂട്ടം ആളുകളെ കർത്താവ് ഇന്ന് എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മോശയും അഹരോനും ദൈവസന്നിധിയിൽ വീണ് കിടന്ന് കരയാൻ തുടങ്ങി. ജനം രാത്രി മുഴുവനും കരഞ്ഞു. അവർ നിരാശയിൽ എന്നുള്ള കരച്ചില്ല. മോശയും അഹരോനും നിലവിളിച്ചത് ഇവരെ വിടുവിക്കുവാനുള്ള അഭയയാതനയാ. രണ്ടുപേരും കരയുകയാണ്. ജനം മുഴുവനും അവിശ്വാസത്തിൽ എന്നുള്ള കരച്ചില്ല. ജനം രാത്രി മുഴുവനും കരഞ്ഞു. അവർ ഒന്നിച്ചു പറഞ്ഞു, അടുത്തത് അവരൊരുമിച്ച് പറഞ്ഞു, നമുക്ക് വേറൊരു നേതാവിനെ തിരഞ്ഞെടുക്കാം. മോശയുടെ ലീഡർഷിപ്പ് തൽക്കാലം വിടാം, നമുക്ക് വേറൊരു നേതാവിനെ തിരഞ്ഞെടുക്കാം. ദൈവത്താൽ നിയമിക്കപ്പെട്ട അഭിഷക്തനെ വിട്ടേച്ചു പോവാം. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇതുവരെ നമ്മളെ നടത്തിയ ഒരു വടി ചൂണ്ടി നൈൽ നദിയിലെ വെള്ളത്തെ രക്തമാക്കി മാറ്റിയ, ആ വടി ചൂണ്ടി സൂര്യൻ്റെ പ്രകാശത്തെ നിർത്തിക്കളഞ്ഞ, വടി ചൂണ്ടി തവളയെ കയറ്റിയ, വടി ചൂണ്ടി പേനിനെ വരുത്തിയ, വടി ചൂണ്ടി ചെങ്കടൽ പിളർന്ന ആ നേതാവിനെ നമ്മൾ കണ്ടതാണെങ്കിലും വിടാം. കാര്യം ഇതെനിക്കൊരബദ്ധം പറ്റി. ഇല്ല സഹോദര, അബദ്ധം പറ്റിയത് നിന്റെ 10 പ്രഭുക്കന്മാർക്ക്. അദ്ദേഹത്തിന് അബദ്ധം പറ്റിയില്ല. അദ്ദേഹത്തിൻ്റെ മേൽ ആ അഭിഷക്ത ശക്തിയുണ്ട്. അവർ പറഞ്ഞു, നമുക്ക് ഇവനെ വേണ്ട, വേറൊരു നേതാവിനെ തിരഞ്ഞെടുക്കാം. 5 നമുക്ക് മിസ്രയീമിലേക്ക് തിരിച്ചു പോകാം. 6 യോശുവയെയും കാലേബിനെയും കല്ലെറിയാം. ഇവരുടെ തീരുമാനങ്ങൾ ഭയങ്കരമാണ്. ദൈവത്തിന് അനുകൂലമായി പറഞ്ഞ, ദൈവാലോചന പറഞ്ഞ, ദൈവഹിതപ്രകാരം സത്യം വിളിച്ചു പറഞ്ഞ 2 കല്ലെറിയാം. ഈ കല്ലേറെന്നുള്ളത് പൊതുവെ പണ്ടും ഇന്നും പതിവുള്ള ഒരു കാര്യമാണ്. നമ്പേഴ്സ് 13-ും 14 അധ്യായങ്ങളിൽ ജനത്തിൻ്റെ പല വീഴ്ചകൾ കാണാം. ഞാനവിടെ ഒന്ന് തൊട്ടേച്ച് തിരിച്ചു വരാം. ജനം വിഘടിച്ച് തിരിഞ്ഞു. മോശയും അഹരോനും കൃപയ്ക്കായി അപേക്ഷിച്ച് കരഞ്ഞു. യോശുവയും കാലേബും ദർശനത്തിൽ ഉറച്ചു നിന്നു. യഹോവ കോപിച്ചു, തേജസ്സിൽ പ്രത്യക്ഷനായി. നേതാക്കളെ മഹാമാരിയിലാൽ കൊന്നുകളയും എന്ന് പറഞ്ഞു. ജനത്തെ ശപിച്ചു. നിങ്ങൾ മരുഭൂമിയിൽ മരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം നിങ്ങൾ 40 വർഷം മരുഭൂമിയിൽ കറങ്ങുമെന്നും, അല്ല 14-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ മരുഭൂമിയിൽ കുടുങ്ങി മരിക്കുമെന്നും. അതൊക്കെ വല്ലാത്ത ടേംസാണ്. മരുഭൂമിയിൽ കുടുങ്ങി മരിക്കുമെന്നും. ഈ ജനം 10 പ്രാവശ്യം എന്നെ പരീക്ഷിച്ചു, എനിക്കവരിൽ തൃപ്തിയില്ല എന്ന് ദൈവിക തള്ളിപ്പറച്ചിലിൻ്റെ പദവും ഒരുമിച്ച് ഉയർക്കുന്നത് കാണാം. ഇനി ഞാൻ ഈ കല്ലേറിനെ കുറിച്ചൊരു പദം തൊടാൻ പോവാം. അന്നത്തെ പ്രമാണപ്രകാരം 1 ആൻറ്റി നാഷണൽസിനെ കല്ലെറിയണം. ഇസ്രയേലിനകത്ത് താമസിച്ചുകൊണ്ട് ഇസ്രയേലിന് വിരോധമായി എന്തെങ്കിലും ഒരു സ്പൈ വർക്ക് ചെയ്തവനെ, ഇസ്രയേലിൻ്റെ രഹസ്യങ്ങൾ വെളിയിൽ പറഞ്ഞു കൊടുക്കുന്നവനെ, അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അവനെ കൈകൊണ്ട് തൊടരുത്, തൊട്ടവൻ്റെ കൈയൂടെ മാറും. അതുകൊണ്ട് അവനെ കല്ലെറിഞ്ഞു കൊല്ലണം, അമ്പെയ്ത് കൊല്ലാം, കല്ലെറിഞ്ഞു കൊല്ലണം. ഇതായിരുന്നു പ്രമാണം. നമ്പർ 2, കള്ളപ്രവാചകനെ കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവത്തിൻ്റെ വാക്ക് വൃഥാവെടുക്കുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണം. എൻ്റെ പ്രിയപ്പെട്ടവർ, മറക്കരുതാത്ത ഒരു വാക്യമുണ്ട്. ദുഷ്ടനോടവൻ അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലെടുപ്പാൻ നിന്നെ ആരനുവദിച്ചു? നീ ഇത് ചെയ്തു, ഞാൻ മിണ്ടാതിരിക്കയാൽ ഞാൻ നിന്നെപ്പോലെയുള്ളവനെന്ന് നീ നിരൂപിച്ചു. അല്ലടാ, ഞാൻ ഇതെല്ലാം നിൻ്റെ മുമ്പിൽ നിരത്തി വെക്കുന്ന ഒരു സമയമുണ്ട്. ദുഷ്ടനോടവൻ അരുളി ചെയ്യുന്നത് എന്തെന്നാൽ, എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിലെടുക്കാൻ നിനക്ക് ആര് അനുവാദം തന്നു? നിനക്കതിന് റൈറ്റില്ല. അത് എൻ്റെ ജനം ഉപയോഗിക്കേണ്ടതിനാണ്. അവരത് ഉപയോഗിച്ചാൽ അതിനകത്ത് ശക്തിയുണ്ട്. 1000 കൂട്ടം വ്യാഖ്യാനങ്ങൾ കൊടുക്കാൻ കഴിയും. ലൂസിഫർ വ്യാഖ്യാനിച്ചു. യേശുവിനോട് പറഞ്ഞു, കല്ലപ്പമായി തീരാൻ പറ, വാക്യമുണ്ട്, അത് ദൈവം ചെയ്തോളും. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് ചാട്, വാക്യമുണ്ട്, ദൂതന്മാർ പിടിച്ചോളും. യേശു അവസാനം പറഞ്ഞു, ഗെറ്റ് ലോസ്റ്റ്, നീ പോടാ. നിന്നോട് ആര് പറഞ്ഞു എൻ്റെ വചനം ഉപയോഗിക്കാൻ? അത് ഉപയോഗിക്കേണ്ടത് ഞാനാ, അത് നീയല്ല ഉപയോഗിക്കേണ്ടത്. നിനക്കെൻ്റെ വചനം ഉപയോഗിക്കാൻ ഒക്കത്തില്ല. അതെ, കള്ളപ്രവാചകനെ കല്ലെറിഞ്ഞു കൊല്ലണം. ആൻറ്റി നാഷണൽസിനെ കല്ലെറിഞ്ഞു കൊല്ലണം. ദൈവമെന്ന് സ്വയം അഭിമാനിക്കുന്നവനെ കല്ലെറിയണം. ഇതൊക്കെ അന്നത്തെ പ്രമാണമാണ്. ജനം പ്രതികരിച്ചു, പല രീതികളിൽ പ്രതികരിച്ചു. ഇസ്രയേലിൻ്റെ പാപങ്ങൾ എന്തൊക്കെയായിരുന്നു? പ്രത്യേകം ഓൺ ദ പ്രോസസ്സാണ് നമ്മൾ ചിന്തിക്കുന്നത്. ആ പ്രോസസ്സിനകത്ത് നടന്ന ഇസ്രയേലിൻ്റെ പ്രധാന പാപങ്ങൾ എന്തിനാണ് ഞാനിത് പറയുന്നത്? പുതിയ നിയമസഭ സാക്ഷാൽ പൊരുളും, പഴയ നിയമസഭ അതിൻ്റെ നിഴലുമാണ്. ആ നിഴലിനെ കണ്ടാണ് പൊരുളിനെ കുറിച്ച് പഠിക്കേണ്ടത്. നമുക്ക് പഠിക്കാൻ വേണ്ടി പഴയ നിയമം മുഴുവനും മായ്ച്ചു കളയാതെ നമ്മുടെ കയ്യിൽ തന്നു.
കാര്യം ഇത് നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. പഴയ നിയമം നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. ബൈബിൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പൂർവ്വപിതാക്കന്മാർ നിങ്ങൾക്ക് ദൃഷ്ടാന്തമാണ്. അവരുടെ ജീവിതത്തിൽ വന്നത് നിങ്ങൾ കണ്ടോണം. അവർക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അവരുടെ കയ്യിൽ നിന്ന് വന്ന നന്മകൾ നിങ്ങൾ അനുകരിക്കണം. ആകയാൽ ദൈവം നമുക്ക് അനുകൂലമെന്ന് ഇവർ ദൈവത്തെ വിശ്വസിച്ചില്ല. ഓൺ ദ പ്രോസസ് അവരങ്ങ് മറന്നുപോയി. കാര്യം പെട്ടെന്ന് കേട്ട ഒരു വർത്തമാനത്തിന് മുമ്പിൽ അങ്ങ് ഇളകിപ്പോയി. പെട്ടെന്ന് കേട്ട ഒരു വർത്തമാനത്തിൻ്റെ മുമ്പിൽ ഇളകിപ്പോയി. ഒരുപാട് പേര് പെട്ടെന്ന് കേൾക്കുന്ന വർത്തമാനങ്ങളുടെ മുമ്പിൽ ഇളകിപ്പോവും. ഭയങ്കര ലോജിക്കലി അവതരിപ്പിക്കുക, ഭയങ്കര ലോജിക്കലി പറഞ്ഞാൽ ഞങ്ങൾ കണ്ടതാ, ഞാൻ കണ്ടതാണ്, നിനക്കും വേണേ കാണാം, അനാഖ്യമല്ലൻ, എൻ്റെ ലോജിക്ക് ചേർക്കാം, ഞാൻ പ്രഭുവാ, എൻ്റെ ലോജിക്ക് ചേർക്കാം. അവർ നമ്മളെക്കാൾ വലിയവരാണെന്ന് അവർക്കറിയാം, ഞങ്ങൾക്കും അറിയാം. നമ്മൾ ജയിക്കത്തില്ല. അവരുടെ വിശ്വാസം പോയി. ദൈവം നമുക്ക് അനുകൂലമെന്ന് അവർ ദൈവത്തെ വിശ്വസിച്ചില്ല. പുതിയ നിയമത്തിൽ ദൈവപൈതൽ യാത്ര ചെയ്യുന്നത് കാഴ്ചയാലല്ല, വിശ്വാസത്താല. സകലതും പ്രതികൂലമായി നിൽക്കുമ്പോൾ ദൈവം എന്നോട് കൽപ്പിച്ചത് ഇതല്ല, ഇതിനപ്പുറത്തൊന്നുണ്ട്. ഞാൻ ജോസഫിൻ്റെ ചരിത്രത്തിൽ നിന്ന് ധാരാളം പ്രാവശ്യങ്ങളിൽ തൊട്ടതാണ്. ജോസഫിനെ ദൈവം ഒരു ദർശനം ഏൽപ്പിച്ചു. അവൻ്റെ 11 സഹോദരന്മാർ അവൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നു. അവൻ്റെ അപ്പനും അമ്മയും അവൻ്റെ മുമ്പിൽ വീണ് കിടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 13 പേര് അവൻ്റെ വട്ടത്തിൽ അവനെ നമസ്കരിക്കാനിരിക്കുന്നു. ഈ ഇത്രയും ഉള്ളവനെ കുറിച്ചാണ് പറഞ്ഞത് സ്വപ്നക്കാരൻ. സ്വപ്നങ്ങളുടെ ആകത്തുക ഇവൻ്റെ ആത്മാവിൽ കിടപ്പുണ്ട്. ഇവനെ കണ്ടുടനെ സഹോദരന്മാർ പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നു, ഇവൻ്റെ സ്വപ്നം എന്താകുമോ നമുക്കൊന്ന് കാണണം. നമുക്ക് വൈരാഗ്യം കൂടുതൽ ഇവനോടല്ല, ഇവൻ്റെ ശുശ്രൂഷയോടാ. അതുകൊണ്ട് പിടി അവനെ പൊട്ടക്കണത്തിലോട്ടിടെ. അവനെ എടുത്ത് പൊട്ടക്കണത്തിലിട്ട്. എത്ര പ്രാവശ്യം ഞാൻ വിശദീകരിച്ചതാ, ഒന്നുകൂടെ ഇരിക്കട്ടെ. മനസ്സിൻ്റെ അകത്തോട്ട് കയറാൻ പൊട്ടക്കണത്തിൻ്റെ അകത്തോട്ട് ചെന്ന് വീണു. അവിടെ കിടന്ന് യോസഫ് മുകളിലോട്ട് നോക്കുമ്പോൾ തേണ്ട ഒരുപാട് വലിപ്പം കൂടുതൽ തോന്നും. ഒരു കിണറിൻ്റെ അകത്തിറങ്ങി, കുഴിയുടെ അകത്തിറങ്ങി, വലിപ്പമുള്ള കിണർ, 10 അടി 5 അടിയുള്ള കുഴിയുടെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്, വലിപ്പമുള്ള ഒരു കിണർ, 10-40 അടിയെങ്കിലും താഴ്ചയുള്ള ഒരു കിണറിൻ്റെ അടിയിലോട്ട് നിന്നുകൊണ്ട് മേളിലോട്ട് നോക്കാമെങ്കിൽ ഇതിന് ഒരുപാട് കിളരെ കൂടുതൽ കാണാം, വലിപ്പം കൂടുതൽ കാണാം. ഇദ്ദേഹം തൻ്റെ മേളിലോട്ട് നോക്കി വെച്ച് പറഞ്ഞു, ഇത്രയും വലിയൊരു കുഴിക്കകത്ത് ഇനി കയറാൻ ഒക്കത്തില്ല, ഇനി കയറാൻ ഒക്കത്തില്ല. അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണലായ കാഴ്ചപ്പാടാ, ലോജിക്കൽ ചിന്താഗതിയാണ്. മാത്രമല്ല അദ്ദേഹം തന്നെ ഓർത്തു, എൻ്റെ വീട്ടിൽ എന്നെ പൊക്കിക്കൊണ്ട് നടന്ന എൻ്റെ മൂത്ത ചേട്ടൻ, ഞാനിങ്ങോട്ടുണ്ടായി വന്ന കുഞ്ഞായിരുന്ന കാലം മുതൽ, ഞാൻ 2 വയസ്സും 3 വയസ്സും 5 വയസ്സുമൊക്കെ പ്രായമുള്ളപ്പോൾ എന്നെ എപ്പോഴും എടുത്ത് ഉമ്മ തരുന്ന എൻ്റെ മൂത്ത ചേട്ടൻ എങ്കിലും എന്നെ ഈ പൊട്ടക്കണത്തിൽ തട്ടിയല്ലോ. എന്നെ കൊണ്ടു നടന്ന 2ാമൻ 3ാമൻ 4ാമൻ ഇവന്മാരെന്നെ കൊണ്ട് ഈ പൊട്ടക്കണത്തിൽ തട്ടിയല്ലോ. ഞാൻ ഇവിടെ കിടന്ന് തീർന്നു പോകേയുള്ളൂ. ഞാനായിരുന്നെങ്കിൽ, കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറഞ്ഞ ഉദാഹരണമാണ്, ഞാനായിരുന്നെങ്കിൽ ഓരോ ചേട്ടന്മാരെ ഓർത്ത് തല ഓരോ ഇടിയിടിച്ചേനെ, ചത്താ മതി, ഞാൻ ഇതിനകത്തൊന്നും രക്ഷപ്പെടത്തില്ല. പക്ഷെ ജോസഫ് നോക്കിയത് മേളിലേക്കല്ല, ഉയരമല്ല. ജോസഫ് ഓർത്തത് ചേട്ടന്മാരെ കുറിച്ചല്ല, തൻ്റെ അകത്തേക്ക് ഓടി വന്നത് കണ്ട ദർശനം. 13 പേർ എൻ്റെ വട്ടത്തിൽ വീണ് കിടന്ന് എന്നെ നമസ്കരിക്കണം. അദ്ദേഹം ആകപ്പാടെ പൊട്ടക്കണത്തിനകത്തൊക്കെ ഒന്ന് നോക്കി. ഈ പൊട്ടക്കണത്തിനകത്ത് 13 പേർ എൻ്റെ വട്ടത്തിൽ കുമ്പിട്ട് കിടക്കാനുള്ള സ്ഥലം ഈ പൊട്ടക്കണത്തിലില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദർശനം നിറവേറും. ഈ പൊട്ടക്കിണറല്ല എൻ്റെ അവസാനം, ഇതിനപ്പുറത്ത് വേറെ ഏതാണ്ടൊന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കണ്ണടച്ചു. അദ്ദേഹം ആ ദർശനം കാണാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കയറിറങ്ങി വരുന്നത്. കയറുമോനെ, നിന്നെ അങ്ങോട്ട് നടത്തുവാൻ, അണ്ടർ ദ പ്രോസസ് യു ഹാവ് സോ മെനി തിങ്സ്. ഇന്ന് പകൽക്കാലം പ്രോസസ്സിൻ്റെ അകത്ത് യാത്ര ചെയ്യുന്ന ബേഥേൽ, ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. നാം ആ പ്രോസസ്സിനകത്താണെന്ന് മറക്കരുത്. ദൈവം നമുക്ക് അനുകൂലമെന്നവർ വിശ്വസിക്കാതെ പോയി. പിന്മാറ്റം അവരുടെ ജീവിതത്തിൽ വന്നു. നമ്പേഴ്സ് 14:4 ഒരു തലവനെ നിയമിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക എന്നവർ പറഞ്ഞു. അഭിഷക്ത നേതൃത്വത്തെ അവർ മറികടന്നു, നിരസിച്ചു. മറ്റൊരു ദൈവമുണ്ട് എന്നുവരെ ഇവന്മാർ പറഞ്ഞതാ. പുറപ്പാട് പുസ്തകത്തിൽ കിടപ്പുണ്ടത്. മോശ കുറച്ച് നാളത്തേക്ക് അവരെ വിട്ടുപോയി. അദ്ദേഹം ദൈവത്തോടുകൂടെയാണ് ഈ ജനത്തിന് ആവശ്യമുള്ള ആലോചനകൾ ദൈവത്തിൻ്റെ നിന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക. ഈ സമയത്ത് അദ്ദേഹത്തെ താഴ്വരയിൽ കാണാഞ്ഞതിനാൽ കൂടി വന്ന ജനമെല്ലാം കൂടെ ഒരുമിച്ച് അഹരോൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞ, അഹരോൻ സാറേ, ഞങ്ങൾക്കിടെ മുമ്പിൽ നടക്കേണ്ടതിന് മറ്റൊരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഏകസത്യ ദൈവമായ ഈ ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, താൻ ബലിമൃഗമായി അറുക്കപ്പെടുമെന്ന് കാണിച്ചുകൊണ്ട് മിസ്രയീമിൽ ചോരത്തെളിയും ബെസഹയും ആചരിച്ച് ഇറങ്ങി വന്നവർ
ദൈവത്തിൻ്റെ അഗ്നിമയമായ പ്രമാണങ്ങൾ ദൈവം മോശയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് പർവ്വതത്തിൻ്റെ മുകളിൽ സമയമെടുക്കുമ്പോൾ താഴ്വരയിൽ അവർ പറയുകയാണ്, ആ ദൈവത്തെ ഞങ്ങൾ വിട്ടു, ആ പുള്ളിയെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ പുള്ളിയെ ദൈവത്തെ കൂടെ അവർ തെറ്റിദ്ധരിച്ചു. ആകെ ഒരു കുഴഞ്ഞുമറിഞ്ഞ ചിന്താഗതിയാണ്. അവർ പറഞ്ഞ് ഞങ്ങൾക്ക് വേറൊരു ദൈവത്തെ വേണം. അതുകൊണ്ട് അഹരോൻ ദൈവത്തെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവർ ദൈവത്തെ തള്ളുന്നവരാണ്. ഇപ്പോൾ അവർക്ക് മോശയെ ഇഷ്ടമല്ലാതെ വന്നുടനെ പറഞ്ഞു, നമുക്ക് വേറൊരു നേതാവിനെ തിരഞ്ഞെടുക്കാം. മോനെ, ദൈവസഭയുടെ നേതൃത്വങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നതല്ല, ദൈവത്താൽ നിയമിക്കപ്പെടുന്നതാണ്. ഇതാണ് ലോകവും ദൈവവും തമ്മിലുള്ള വ്യത്യാസം. ദൈവത്തിൻ്റെ നിയമനങ്ങൾ അത് ദൈവമായി നൽകുന്നതാണ്. ലോകത്തിൻ്റെ നിയമനങ്ങൾ പലപ്പോഴും തിരഞ്ഞെടുപ്പ് കൊണ്ടും ചിലപ്പോൾ ഏകാധിപത്യ ക്രിയയിലും ഒക്കെ നടന്നെന്ന് വരും. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എന്നാൽ നമുക്ക് എഴുന്നേറ്റ് പോകാം, നമുക്ക് വേറൊരു ദൈവത്തെ വേറൊരു നേതാവിനെ തിരഞ്ഞെടുക്കാം. പുതിയ നിയമസഭയിലും വീഴ്ചകൾ വരുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പഴയ നിയമസഭയുടെ പ്രധാന വീഴ്ചകൾ എന്തായിരുന്നു എന്ന് നോക്കുന്നത് കൊള്ളാം. നാലാമത്തെ കാര്യമായി എസെക്കിയേൽ പ്രവചനം 22-ന്റെ 20-ഉം 26-ഉം വാക്യങ്ങൾ വായിച്ചാൽ, എസെക്കിയേൽ പ്രവചനം 20-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യവും 26-ാം വാക്യവും വായിച്ചാൽ, അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു. അവർ എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നതുമില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവരെൻ്റെ ശബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. ഇസ്രായേലിന് ദൈവം അങ്ങേയറ്റം വെറുത്തതിൻ്റെ കാരണങ്ങളിൽ ഒന്നാണ് ശുദ്ധവും അശുദ്ധവും തമ്മിൽ. അതിങ്ങോട്ട് അശുദ്ധം എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ വായിച്ചു വരും, പക്ഷെ പെർഫോം എന്ന പദമാണ് ഇംഗ്ലീഷിൽ സാമാന്യം. വിശുദ്ധവും സാമാന്യവും തമ്മിലുള്ള വ്യത്യാസം അവരുടെ ജനത്തിന് പറഞ്ഞു കൊടുത്തില്ല. ലോകത്തിലെ 10,000-കണക്കിന് ആളുകൾ വിശുദ്ധവും സാമാന്യവും തമ്മിലുള്ള വ്യത്യാസം അറിയാതെ, പാപവും നീതിയും തമ്മിൽ അവർക്ക് വ്യത്യാസം അറിയാം. പാപം ചെയ്യാൻ ആരും പോകത്തില്ല, പക്ഷെ ഇത് വെറും സാധാരണ കാര്യമാണ്. മോനെ, അതിനെ ദൈവം പാപമെന്നാണ് വിളിക്കുന്നത്. ദൈവം അതിനെ പാപമെന്നാണ് വിളിക്കുന്നത്. അതിന് പോകരുത്. സാമാന്യവും വിശുദ്ധവും തമ്മിൽ, അല്ലെങ്കിൽ സാധാരണക്കാരിയും വിശുദ്ധനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പുരോഹിതന്മാർ പറഞ്ഞു കൊടുത്തില്ല. ബേഥേലിൽ അത് വരാതിരിക്കേണ്ടതിന് അങ്ങേയറ്റം പറയാൻ ഞാൻ എന്നുമെന്നും ശ്രമിക്കാറുണ്ട്. എന്തുകൊണ്ടോ ചിലർക്ക് കേൾക്കാൻ മാന്യമാണ്. ഞാൻ എന്ത് ചെയ്യണം? അവർ എസെക്കിയേൽ 22-ന്റെ 20-ഉം 26-ഉം വാക്യങ്ങൾ ദയവായി ശ്രദ്ധിക്കണം. ഞാൻ ഇനി എടുക്കും. അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്തു. അവർ ന്യായപ്രമാണത്തോടാണ് ദ്രോഹം ചെയ്തത്. എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു. അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല. മലിനവും നിർമ്മലവും തമ്മിൽ ഭേദം കാണിച്ചു കൊടുക്കുന്നില്ല. ഞാൻ അവരുടെ മധ്യേ അശുദ്ധനായി ഭവിക്കത്തക്കവണ്ണം അവരുടെ ശബത്തുകളെ നോക്കാതെ കണ്ണ് മറച്ചു കളയുന്നു. എസെക്കിയേൽ പ്രവചനം 44-ന്റെ 23-ൽ അവർ വിശുദ്ധമായതും സാമാന്യമായതിനും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ ജനത്തിന് ഉപദേശിച്ച് മലിനമായതും നിർമ്മലമായതും അവരെ തിരിച്ചറിയുമാറാക്കണം. ഇന്ന് പകൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് മുതൽ, മാതാപിതാക്കളെന്ന് ദൈവം നമ്മെ കണ്ട് കുഞ്ഞുങ്ങളെ നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കാരണം, ഞാൻ പലപ്പോഴും ശിശുപ്രതിഷ്ഠയുടെ സമയങ്ങളിൽ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ഒരു യൗവനക്കാരനും യൗവനക്കാരിയും ഒരുമിച്ച് താമസിച്ചാൽ പ്രകൃതിയുടെ സാധാരണ നിയമപ്രകാരം അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകും. ക്രിസ്തീയ മാന്യതയിൽ അവരെ മാതാപിതാക്കളെന്ന് വിളിക്കാറില്ല. അവരെ മാതാപിതാക്കളെന്ന് വിളിക്കാൻ സാധ്യമല്ല. കാര്യം, മാതാപിതാക്കളെന്ന് വിളിക്കണമെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വളർത്താനും കൂടെ അവർക്ക് കഴിയണം. അവർക്ക് കൊടുക്കേണ്ട പഠിപ്പീരുകൾ കൊടുത്തുകൊണ്ട്, കൊടുക്കേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ട് അവരെ വളർത്തുന്നവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കൊച്ചു ഉദാഹരണങ്ങൾ പലതും ഓർത്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. കൊച്ചു കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ പലയിടത്ത് ചെന്നാലും കുഞ്ഞ് ഒരു സ്തോത്രം പറഞ്ഞ് കേൾപ്പിച്ചേ ഹല്ലേലൂയ പറഞ്ഞ് കുഞ്ഞുടനെ കൈ ഉയർത്തും. ഹല്ലേലൂയ എന്ന് പറയാൻ അറിയാമെങ്കിലും ഇല്ലെങ്കിലും കൈയെങ്കിലും ഉയർത്തി കാണിക്കും. ഒരു പ്രൈസലോട് പറ, ഒരു ഷെയ്ക്കാനെങ്കിലും ആ കുഞ്ഞ് തന്നിരിക്കും. അവരെ ഇത് പറഞ്ഞു പഠിപ്പിച്ചു. ഇതുകൊണ്ട് ഒരു 7-8 വയസ്സാകുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ സ്തോത്രം പറയാനും ഹല്ലേലൂയ പറയാനും പ്രൈസലോട് പറയാനും പഠിച്ചിരിക്കും. പല വീടുകളിലും ചെല്ലുമ്പോൾ 3-4 വയസ്സുള്ള പെൺകുഞ്ഞുങ്ങൾ, 3-4 വയസ്സ് മാത്രം പറയാനുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഒരു വെളുത്ത സ്കാർഫ് കൊണ്ട് തല മൂടിക്കെട്ടി വരുന്നത് കാണാം. ചിലതിന് 90 വയസ്സായാലും അപ്പനും അമ്മയും ഇല്ലാഞ്ഞ കൊണ്ട് പഠിച്ചിട്ടില്ല. അതിനെ ക്രിസ്തീയ പിതൃത്വമെന്ന് വിളിക്കാറില്ല, മാതൃത്വമെന്ന് വിളിക്കാറില്ല. ഞാൻ ഈ പറയുന്ന ആശയങ്ങൾ ദയവായി കേൾക്കണം. വിശുദ്ധവും സാമാന്യവും തമ്മിലുള്ള വ്യത്യാസം അവരെൻ്റെ ജനത്തിന് പറഞ്ഞു കൊടുത്തില്ല.
എന്തൊക്കെ പറയണം, എന്തൊക്കെ പറയരുത്, എന്തൊക്കെ കേൾക്കണം, എന്തൊക്കെ കേൾക്കരുത്, എന്തൊക്കെ വായിക്കണം, എന്തൊക്കെ വായിക്കരുത്, ഈ വ്യത്യാസം അവർക്ക് ലഭിച്ചിട്ടില്ല. ഇതൊന്ന് കൊടുക്കുവാൻ ദൈവമക്കൾ പ്രാപ്തരാകണം. നാം അത് മറന്നു കളയരുത്. ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഹോളി ആൻഡ് പ്രൊഫൈൻ എന്ന പദം കാണാം. സാമാന്യവും വിശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം. ലേവ്യ പുസ്തകം 10-10 ഞാൻ തൊട്ടത്. സാമാന്യവും വിശുദ്ധവും തമ്മിലുള്ള വ്യത്യാസം. ലൂക്കോസ് 8:13 യേശു വീഴ്ചയുടെ വേറൊരു കാരണം പറയുന്നു. പാറസ്ഥലത്ത് വീണതിന് വേരില്ലായികയാൽ അതങ്ങ് ഉണങ്ങിപ്പോയി. ഇന്ന് പകൽക്കാലം വീഴുന്ന വിത്തുകൾ പാറസ്ഥലത്തല്ല, നല്ല നിലത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ നല്ല നിലത്ത് വീണത് ഫലം കായ്ക്കും. പാറസ്ഥലത്താണെങ്കിൽ പറ്റത്തില്ല. നമ്മുടെ ജീവിതത്തിൽ വേറിറങ്ങാനുള്ള ആഴം, പരിശുദ്ധാത്മാവിൻ്റെ വേരുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ലൂക്കോസ് 13:23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ പ്രധാനമാണ്. എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. യേശുവിൻ്റെ പ്രസ്താവനയാണ്, കേട്ടോണം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു. ഞാൻ ദൈവത്തിന് പ്രതികൂലമാണോ അനുകൂലമാണോ എന്ന് മാത്രം അന്വേഷിച്ചാൽ മതി. അല്ലെങ്കിൽ പ്രതികൂലമാകുന്നു. ന്യൂട്രൽ എന്നൊന്നില്ല. ഒന്നുകിൽ അനുകൂലം അല്ലെങ്കിൽ പ്രതികൂലം. അടുത്ത പദം, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. നമ്മൾ ഈ ചർച്ചിൽ ദൈവത്തിൻ്റെ മഹാകരുണയാൽ ദൈവം നമ്മളെ വളർത്തി. വളർച്ചയുടെ പിമ്പിലുള്ള ഒരു കാര്യം, നമ്മളൊരു ശുശ്രൂഷകനെ ഇവിടെ വിളിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഇവിടേക്കൊരു കൈമാറ്റം നടക്കും, ഒരു പകർച്ച നടക്കും. അതുകൊണ്ടാണല്ലോ നമ്മൾ വിളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് വിളിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഒരു കൈമാറ്റം ഇവിടെ നടക്കും. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആളുകളെ ക്രിസ്തുവിനോട് ചേർക്കുന്നവനാണോ? ഇവൻ്റെ ശുശ്രൂഷയിൽ സഭകൾ വളർന്നിട്ടുണ്ടോ? ഇവൻ്റെ ശുശ്രൂഷയിൽ ജനം യേശുവിനോട് ചേർന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇവനെ ഒഴിവാക്ക്, നമ്മുടെ സമയം കളയല്ല്. എൻ്റെ കൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. അവൻ എഴുതുന്ന ലേഖനങ്ങളും അവൻ പറയുന്ന പ്രസംഗങ്ങളും ദൈവത്തിങ്കിൽ നിന്ന് ആളുകളെ ചിതറിക്കുന്നതായിരിക്കും. ഇന്ന് പകൽ ചിതറിക്കുന്നവരുടെ കൂട്ടത്തിലല്ല, ചേർക്കുന്നവരുടെ കൂട്ടത്തിലാകാൻ. ഇത് രണ്ടുമല്ലാത്തൊരു ന്യൂട്രൽ ഉണ്ടോ? ഇല്ല, ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു ന്യൂട്രൽ ഇല്ല. ഒരിക്കൽ ഒരാൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നും വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടുമെന്നും യേശു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടെ കേട്ടോ, വിശ്വസിക്കുകയും 2 സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അടുത്ത പ്രസ്താവന, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. അങ്ങനെയാണെങ്കിൽ വിശ്വസിക്കുകയും സ്നാനമേൽക്കാതിരിക്കുകയും ചെയ്യുന്നവനോ? ഞാൻ വിശ്വസിച്ചു, സ്നാനമേൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടലില്ല. ഉണ്ടായിരുന്ന യേശു പറഞ്ഞാൽ അങ്ങനെ ഒരു കൂട്ടരില്ല. വിശ്വസിച്ചവൻ സ്നാനമേറ്റ അല്ലാത്തവൻ വിശ്വസിച്ചവൻ അല്ല. യേശുവിനെ ദൈവമെന്ന് വിശ്വസിച്ച ഒരുത്തന് യേശു പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ പറ്റുകയില്ല. അവൻ വിശ്വസിച്ചവനല്ല. അതുകൊണ്ട് അവൻ്റെ മര്യാദയ്ക്ക് പോകുന്നു, യേശുവിനോട് അടുത്തു വരുന്നില്ല. മറക്കരുതാത്ത ഒരു പദമുണ്ട്, എന്നോടുകൂടെ ചേർക്കാത്തവൻ ചിതറിക്കുന്നു. ഇന്ന് പകൽക്കാലം ചേർക്കാത്തവരുമായുള്ള ബന്ധം കട്ട് ചെയ്യുവാൻ കർത്താവ് നമുക്കെന്ന കൃപയ്ക്കായി സ്തോത്രം. കാര്യം, അവർ ചിതറിക്കുന്നവരാണ്. അനേകരെ അവർ ചിതറിച്ച് കളയും. മുന്നോട്ട് പോക്കോട്ടെ. നമ്മുടെ ഉള്ളിൽ ശൂന്യത ഉണ്ടാകാൻ പാടില്ല. യേശു പറഞ്ഞൊരിക്കൽ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി. നീരില്ലാത്ത പ്രദേശങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് താമസിക്കാൻ ഒരു വീടിന് വേണ്ടി എങ്ങും കണ്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പറഞ്ഞ്, ഞാൻ വിട്ടുപോകുന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി വരാം. അത് തിരിച്ചു വന്നപ്പോൾ അടിച്ചു വാരി അലങ്കരിച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ യേശു താമസമായിട്ടില്ല. യേശുവിനെ രാജാവായി ഹൃദയങ്ങളിൽ വാഴിച്ചിട്ടില്ല. ഇതൊക്കെ പ്രത്യേക പദങ്ങളാണ്. യേശുവിനെ രാജാവായി ഹൃദയങ്ങളിൽ വാഴിച്ചിട്ടില്ല. സിഗരറ്റ് വലിക്കത്തില്ല, കള്ളു കുടിക്കത്തില്ല, പാപത്തിൻ്റെ പുറകെ പോകത്തില്ല, യാതൊരു മോഷണവും നടത്തത്തില്ല, ആരെയും ചീത്ത വിളിക്കത്തില്ല, അനാവശ്യമായത് ചെയ്യത്തില്ല. പക്ഷേ യേശു ഉള്ളിലില്ല. ഇന്ന് പകൽക്കാലം ഒരു മര്യാദപ്പാപിയായി നടക്കാനല്ല, പകരം ക്രിസ്തുവിനെ രാജാവായി ഹൃദയങ്ങളിൽ വാഴിച്ചവർക്കായി എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തു വാഴുന്നില്ലെങ്കിൽ വിട്ടുപോയത് 7 ഇരട്ടി ശക്തിയേറിയതിനെയും കൊണ്ട് മടങ്ങി വരുമെന്ന് മറക്കരുത്. അവരുടെ ഒടുവിലത്തെ സ്ഥിതി പഴയതിനേക്കാൾ വഷളായിരിക്കും. തീമോത്തിയോസിൻ്റെ 2-ാമത്തെ ലേഖനത്തിൽ പുതിയ നിയമസഭയോട് കർത്താവ് പറയുന്നത് 4:10, 2 തീമോത്തിയോസ് 4:10, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ദേമാസ് ലോകത്തെ സ്നേഹിച്ചു, എന്നെ വിട്ടുപോയി. ദേമാസ് ഒരിക്കൽ എൻ്റെ കൂടെ നടന്നതാ. അവൻ എൻ്റെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിട്ടുകളയേണ്ട ഒന്നവൻ വിട്ടില്ല, ലോകസ്നേഹം വിട്ടില്ല.
അതുകൊണ്ട് യേശുവിനെ രാജാവാക്കാൻ കഴിഞ്ഞില്ല. അവൻ എന്നെ ത്യജിച്ചേച്ചു പോയി. യേശു പറഞ്ഞൊരു പദമുണ്ട്, 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയുകയില്ല. 2 യജമാനന്മാരെ ഒരുപോലെ സേവിക്കുന്നു എന്ന് ഒരുവൻ പറഞ്ഞാൽ നടക്കത്തില്ല. ഒരുവനെ പകച്ച് മറ്റവനോട് പറ്റിച്ചേരും. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോടും ദൈവത്തോടും ദൈവസഭയോടും പറ്റിച്ചേരുവാൻ, ദൈവത്തെ ക്രിസ്തുവിനെ രാജാവായി ഹൃദയങ്ങളിൽ വാഴിക്കുവാൻ നമ്മുടെ അകത്തൊരു തീരുമാനമെടുക്കാം. നാം ഈ നാളുകളിൽ നിൽക്കുന്നത് ഏറ്റവും കഷ്ടതയുള്ള നാളുകളാണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള നാളുകളാണ്. അന്ത്യത്തിൻ്റെ അന്ത്യകാലഘട്ടത്തേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഏത് സമയത്തും ഇവിടെ ഒന്ന് മാറ്റപ്പെട്ടെന്ന് വരാം. അതിനെ തുടർന്ന് എതിർ ക്രിസ്തു ഭരണം ഏറ്റെടുത്തു എന്ന് വരാം. ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുക, ക്രിസ്തുവിനെ രാജാവായി ഹൃദയങ്ങളിൽ വാഴിക്കുക. ഇല്ലെങ്കിൽ വീണു പോകുവാനുള്ള സാധ്യത അങ്ങേയറ്റമുണ്ടാകും. ലോകസ്നേഹം മാറ്റിക്കളയണം. ഞാൻ മുമ്പേ എടുത്തു പറഞ്ഞായിരുന്നു, പലരെ കല്ലെറിയാൻ ലോകം താല്പര്യപ്പെട്ടിട്ടുണ്ട്. ആരെയെ കല്ലെറിയേണ്ടത്? 1, ആൻറ്റി നാഷണൽസ്, രാജ്യദ്രോഹ കുറ്റം കാണിച്ചവരെ കല്ലെറിയണം പഴയ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ. 2, കള്ളപ്രവാചകന്മാരെ കല്ലെറിയണം. ദൈവത്തിൻ്റെ പേര് വ്യാജമായി എടുക്കുന്നവരെ ദൈവം അവരെ ഉപയോഗിക്കുന്നില്ല. കാര്യം അവരെത്ര പേരെ സഭയിലേക്ക് ചേർക്കുന്നു എന്നതുകൊണ്ടാണ് ഒരാളിനെ ദൈവം ഉപയോഗിക്കുന്നോ ഇല്ലയോ എന്ന് അറിയുന്നത്. ഞാൻ ഒന്നുകൂടെ ആശയം പറയാം. ഒരാളിനെ എത്ര പേരെ ഒരു വ്യക്തി ദൈവത്തോട് അടുപ്പിക്കുന്നു എന്നതിൻ്റെ കെയർ ഓഫിലാണ് ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കുന്നോ ദൈവം കൂടെ ഉണ്ടോ എന്ന് അറിയുന്നത്. ആ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചിന്തിച്ചവർക്ക് മാത്രമേ ഇത് ഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ ദൈവം ഈ സ്ഥലം വരെ കൊണ്ടുവന്നതിൻ്റെ കാര്യം അതാ. വാര്യവരെ യോഹന്നാച്ചായൻ ഉണ്ട കാലത്ത് അദ്ദേഹം സാധാരണ പറയുമായിരുന്നു, കണ്ട കെട്ടൻ്റെ എല്ലാം മുമ്പിൽ കൊണ്ട് തല വെച്ച് കൊടുക്കരുതേ. കാര്യം പ്രസംഗിക്കുന്നത് ഏത് കെട്ടനും പ്രസംഗിക്കാം, എഴുതുന്നത് ഏത് കെട്ടനും പ്രസംഗിക്കാം. പക്ഷെ ഇവനെ ബന്ധിച്ച് വെച്ചിരിക്കുന്ന വേറൊരു ശക്തിയുണ്ട്, അവൻ്റെ മുമ്പിൽ കൊണ്ട് തല വെച്ച് കൊടുക്കരുതേ. അവനിലുള്ള ദൂരാത്മാവ് നിന്നിലേക്ക് വ്യാപരിക്കും, നിന്നിൽ നടന്ന നന്മകൾ ഇല്ലാതെ പോകും. അങ്ങനെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ കല്ലെറിയുക എന്നത് ഏറ്റവും അബദ്ധം കാണിക്കുന്നവരെ അല്ലെങ്കിൽ ഏറ്റവും തെറ്റ് കാണിക്കുന്നവരെ ഞാൻ എടുത്തു പറഞ്ഞു. അങ്ങനെ ചില കേസിലാണ് പഴയ നിയമത്തിൻ്റെ ആരംഭത്തിലോട്ട് മോശയും യോശുവയും കാലേബിനെയും കല്ലെറിയാൻ ജനം ഒരുങ്ങിയത്. നമ്മൾ ഈ വായിച്ചു വന്ന നമ്പേഴ്സിൻ്റെ പുസ്തകത്തിൽ കണ്ടതാണ്. യോശുവയും കാലേബിനെയും കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. കാര്യം അവർ സ്വന്തം ബുദ്ധി ദൈവത്തിൻ്റെ ബുദ്ധിയുടെ കൂടെ ചേർക്കാതെ ദൈവത്തിൻ്റെ ആലോചന ഡയറക്റ്റായി പറഞ്ഞതുകൊണ്ട്. കാര്യം ഇവരറിയാത്ത ഒരു അകക്കണ്ണ് അവരുടെ തുറന്നിട്ടുണ്ടായിരുന്നു. മറ്റവനെ നടത്തിക്കൊണ്ടുവന്ന ശക്തികൾ എൻ്റെ സാന്നിധ്യത്തിൽ വിട്ടുപോകുന്നത് കണ്ടവരാണ് ഈ 2 പേര്. പിശാച് പറഞ്ഞ് ഇവന്മാരെ കല്ലെറി. കാര്യം ഇവന്മാരുടെ വെളിപ്പാട് ഉള്ളിടത്തോളം കാലം പിശാചിൻ്റെ സാമ്രാജ്യം നിലനിൽക്കയില്ല. അതുകൊണ്ട് അവരെ കല്ലെറിയാൻ പറഞ്ഞു. തൻ്റെ 2 പേരെ കല്ലെറിയാൻ ഒരുങ്ങി. പുറപ്പാട് പുസ്തകം 17:4 മോശെ കല്ലെറിയണമെന്ന് അവർ പറഞ്ഞതാ. കാര്യം ദൈവിക ദർശനവും പ്രാപിച്ചുകൊണ്ട് ഇറങ്ങി വന്ന് മിസ്രയീമിൽ നിന്ന് ജനത്തെ വിടുവിച്ചുകൊണ്ട് പോയാൽ പിശാചിന് നഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് മോശയെ കല്ലെറിയണമെന്ന് പുറപ്പാട് 17:4 പറഞ്ഞതാ. നമ്പേഴ്സ് 14:10 യോശുവയെയും കാലേബിനെയും കല്ലെറിയണമെന്ന് 1 രാജാക്കന്മാരുടെ പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ എൻ്റെ പിതാക്കന്മാരുടെ അവകാശമായ മുന്തിരിത്തോട്ടം നിന്റെ ചീരത്തോട്ടമാകാൻ വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞ നാബോത്തിനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. അത് ഇസബേലിൻ്റെ പ്രത്യേകതയാണ്. എൻ്റെ പിതാക്കന്മാർ എനിക്ക് തന്ന അവകാശമായ മനോഹരമേറിയ മുന്തിരിത്തോട്ടം രാജാവേ നിനക്ക് ചീരത്തോട്ടമാകുവാൻ, അതിന് തൽക്കാലം കളർക്കുണ്ടായിരിക്കും, നിനക്ക് ചീരത്തോട്ടമാക്കാൻ വിട്ടുതരത്തില്ല എന്ന് പറഞ്ഞ നാബോത്തിനെ ഇസബേൽ കല്ലെറിഞ്ഞവളാ. ഇസബേലും ഉണർവ്യോഗം നടത്തും, മറക്കല്ലേ. ഇസബേലും പ്രൈസലോടൊക്കെ പറയും, മറക്കരുത്. ഇസ്രയേലിനെ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു. യഹോവയോടുള്ള ഉപവാസ പ്രാർത്ഥന, യഹോവയ്ക്ക് വേണ്ടിയുള്ള ഉപവാസ പ്രാർത്ഥന. ഇവൾ സേവിക്കുന്നത് വേറൊന്നിനെയാണ്, അതങ്ങോട്ട് മറച്ചു വെച്ചുകൊണ്ട് യഹോവയ്ക്ക് വേണ്ടി ഒരു ഉപവാസ പ്രാർത്ഥന. ആ ഉപവാസ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗത്ത് തൻ്റെ പിതാക്കന്മാരുടെ അവകാശം സൂക്ഷിച്ചവനായ തേണ്ട നാബോത്തിനെ വിളിച്ചിരുത്തി. എന്നിട്ട് കാശ് കൊടുത്താൽ എഴുതുന്നവരുണ്ട്, കാശ് കൊടുത്താൽ പ്രവചിക്കുന്നവരുണ്ട്, കാശ് കൊടുത്താൽ പറയുന്നവരുണ്ട്, കള്ളസാക്ഷികളുണ്ട്. കാശ് കൊടുത്ത കള്ളസാക്ഷികളെ നിർത്തി നാബോത്തിന് വിരോധമായി കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ചു. എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അവർ പ്രൊഡ്യൂസ് ചെയ്യും. നാബോത്തിന് വിരോധമായി കള്ളസാക്ഷികളെ എഴുന്നേൽപ്പിച്ചു. യേശുവിനെതിരെ എഴുന്നേൽപ്പിച്ചല്ലോ, ആർക്കെതിരെ എഴുന്നേൽപ്പിക്കാത്തത്? അങ്ങനെ അവർ നാബോത്തിനെ കൊന്നുകളഞ്ഞു. അപ്പോസ്തല പ്രവൃത്തികൾ പുസ്തകം 7-ാം അധ്യായം 58 പുതിയ നിയമസഭയിൽ അത്ഭുതങ്ങൾ ചെയ്ത സ്തേപ്പാനോസിനെ അവർ കല്ലെറിഞ്ഞു കൊന്നു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ പൗലോസിനെ അവർ കല്ലെറിഞ്ഞു.
യോഹന്നാന്റെ സുവിശേഷം 10:31 യേശുവിനെ യഹൂദന്മാർ എറിയുവാൻ കല്ലെടുത്തു. ഇന്നും സത്യസുവിശേഷകരെ ലോകം കല്ലെറിയും. വെറും ലോകമല്ല, പൈശാചിക മണ്ഡലത്തിൻ്റെ വ്യാപാരമുള്ളവർ ഇന്നും സത്യസുവിശേഷകന്മാരെ കല്ലെറിയുവാൻ ശ്രമിക്കും. മറക്കരുത്, നടക്കത്തില്ല. കാരണം ശരണം അവർക്ക് പോയി. ചിലരുടെ ശരണം അവരുടെ കുതിരകളാണ്, വേറെ ചിലരുടെ ശരണം അവരുടെ രഥങ്ങളാണ്. ഇനി ഒരു കൂട്ടത്തിൻ്റെ ശരണം അവരെ നടത്തുന്ന ഒരു അദൃശ്യ ശക്തിയാണ്. ഇന്ന് പകൽക്കാലം എൻ്റെ ശരണം എൻ്റെ കർത്താവിലാകയാൽ, എൻ്റെ ആശ്രയം എൻ്റെ കർത്താവിലാകയാൽ, ആ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പരിചയ ദൈവത്തിങ്കിലാണ്, എൻ്റെ ആശ്രയം ദൈവമാണ്. എൻ്റെ ചുറ്റും ദൂതന്മാർ പാളയമിറങ്ങി എന്നെ വിടുവിക്കും. ദാനിയേലിൻ്റെ പ്രവചനം 11-ാം അധ്യായം 32-33 വാക്യങ്ങളിൽ നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവനെ സാത്താൻ എതിർ ക്രിസ്തു ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. 2 വാക്യം പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ ദൈവാത്മാവ് തന്നതുകൊണ്ട് ഞാൻ 2 വാക്യം ഉദ്ധരിച്ച് ക്ലോസ് ചെയ്യട്ടെ. അതെ, ദാനിയേൽ പ്രവചനം 11-ാം അധ്യായം 32-ാമത്തെ വാക്യം മുതൽ, നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവനെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. അറിയാതെ സോഷ്യൽ മീഡിയയുടെ അകത്ത് പോയി കയ്യെങ്കിലും ഒന്ന് ഉയർത്തി കാണിക്കും, തീർന്നു. അവനും ആ കൂട്ടത്തിലായി, ഇവനും ആ കൂട്ടത്തിലായി. വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഇത് പറഞ്ഞ് ക്ലോസ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നെ ഏൽപ്പിച്ചത്. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. 33-ാമത്തെ വാക്യത്തിൽ ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലർക്കും ബോധം വരുത്തും. ഇതുപകൽ ചിലർക്കൂടെ ബോധം വരുത്തുവാൻ ഈ മെസ്സേജ് പ്രയോജനമാകട്ടെ. ബഥേൽ അനേകർക്ക് ബോധം വരുത്തട്ടെ. എങ്കിലും കുറെ കാലത്തേക്ക് അവർ വാൾ കൊണ്ടും തീ കൊണ്ടും പ്രവാസം കൊണ്ടും കവർച്ച കൊണ്ടും വീണിരിക്കും. ഈ സാഹചര്യം തൊടാൻ പോവാം. ദാനിയേൽ പ്രവചനത്തിൽ 3-ാം ലോക മഹായുദ്ധത്തെയും അന്തിമ യുദ്ധങ്ങളെക്കുറിച്ച് പറയുക. കിഴക്കേ രാജാവ് അതുവഴി വരും, വടക്കേ രാജാവ് ഇതുവഴി പോകും, പിന്നെ അവൻ തോക്കും, പിന്നെ ഇവൻ ജയിക്കും. ഇതെല്ലാം ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്ത പൈശാചിക മണ്ഡലങ്ങൾ വ്യത്യസ്ത ഇടങ്ങളിൽ ഉയരുമ്പോൾ തങ്ങളുടെ ജനത്തെ അറിയുന്ന, തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനമോ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നിങ്ങൾ കുലുങ്ങാത്തവരും ഭ്രമിക്കാത്തവരും ഇളകാത്തവരുമായി ക്രിസ്തുവിൽ നമ്മുടെ പ്രയത്നത്തിൻ്റെ ഫലം നാം പ്രാപിക്കുമെന്ന് കണ്ടുകൊണ്ട് വിശ്വാസത്തോടെ ദൈവത്തെ സേവിക്കാം. തങ്ങളെ സേവിക്കുന്ന ജനം ഭാഗ്യമുള്ളവരാണ്. അവർ ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ഒരു വശത്ത് വാളുണ്ട്, ഒരു വശത്ത് ക്ഷാമമുണ്ട്. ഇതിൻ്റെ എല്ലാം നടുവിൽ ദൈവകൃപ സഭയോടുകൂടെ ഇരിക്കട്ടെ. എല്ലാ കണ്ണുകളും